യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു യേശുവിന്റെ താങ്ക് യു വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി ആരുവനും കർത്താവ് വരും. പ്രൈസ് ഗോഡ്. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ എൻ്റെ കർത്താവ് വേഗം വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയോടെ കർത്താവ് വേഗത്തിൽ വരുമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ ദൈവത്തെ പോൽ വേറെ ആരുമില്ല. യേശുവിൻ പറയുന്ന ആരെന്നറിയാമോ? യാക്കോബിനെയാണ്. യാക്കോബ് ഇസ്രായേലായി മാറിയപ്പോൾ യേശുവിൻ എന്ന വേദപുസ്തകത്തിൽ യെശയ്യാവിൽ പറയുന്നുണ്ട്. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ. യെശയ്യാവ് 44 പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. യേശുവിന്റെ ദൈവം നമ്മെ ഭയപ്പെടാതെ നടത്തുന്നവനാണ്. ഒരു ഭയത്തിന് വഴി കൊടുക്കാതെ, ഒരു ഭയത്തിലേക്ക് തള്ളിയിടാതെ നമ്മെ വഴി നടത്തുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം സാന്നിധ്യത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് കൂടി ചേർന്ന് കർത്താവിനെന്ന് പാടി ആരാധിക്കും. എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന്, എല്ലാവർക്കും ഒരു നിമിഷ ദിവസം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ ഒരു പാട്ടിനെ കൂടെ കരങ്ങളടിച്ച് പാടി കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? ഓ ജീസസ്, ഹല്ലേലൂയ. ഓ യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോട് മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോട് മേഘാരൂഢനായി വരും. അതുകൊണ്ട് അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. ചേർന്ന് സന്തോഷത്തോടെ ഒരുമിച്ച് നമുക്ക് കരങ്ങളെ അടിച്ച് ചേർന്നൊന്ന് പാടി കർത്താവിനെ ആരാധിക്കാമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശതേരി ഗുണമനഗടക, ഓ വൈഡഗരാജേ, ഓ റീമനഗടക. ഏയ് ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്തെ പോൽ ഓ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായി തന്റെ മഹിമയോട് മേഘാരൂഢനായി വരും. എന്നെ സഹായി തന്റെ മഹിമയോട് മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ. ഓ ഹല്ലേലൂയ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ. ഓ അന്ത്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ ഓ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ഓ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും. ഓ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും. അവൻ മാത്രമേ കാലങ്ങൾ മാറിപ്പോയാൽ അവനൊന്നും മാറാത്തവൻ. ആമേൻ. ഓ കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവൻ.
അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളു പാറയത്തിൽ നോദാഹം പൊക്കും, മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളു പാറയത്തിൽ നോദാഹം പൊക്കും. ചിന്താകുലങ്ങൾ ഇല്ലാതെ എന്നെ സ്വന്തമായെന്നും നടത്തും, ചിന്താകുലില്ലാതെ സ്വന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു. കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിൽ ആത്മാവിലും നിറയ്ക്കുന്നവൻ, കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിൽ ആത്മാവിലും. ഇന്ന് പകൽ ഒരിക്കൽ കൂടി ചെന്ന് കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിൽ ആത്മാവിൽ എന്നെ നിറയ്ക്കുന്നവൻ. അവൻ കാരാഗ്രഹത്തിലും പത്മോസിൻ ദ്വീപിൽ ആത്മാവിൽ എന്നെ. ഇന്ന് പകൽക്കാലം പറയുന്നുണ്ട്, കാരാഗ്രഹത്തിനകത്താണെങ്കിലും ഇനി പത്മോസ് എന്ന ദ്വീപിലാണെങ്കിലും എന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം ഈ കാരാഗ്രഹത്തിനകത്താണെങ്കിൽ ഏത് പത്മോസിന്റെ ദ്വീപിൽ നീ ഒറ്റപ്പെട്ടു പോയാൽ നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന, നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന ഒരുവൻ, നിന്നെ ആത്മാവിൽ നിറയ്ക്കുന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നീ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു പോയാൽ, നീ പത്മോസിന്റെ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയാൽ, കുഞ്ഞേ നിന്റെ അരികിൽ കടന്നു വന്ന് നിന്നെ ആത്മാവിൽ നിറയ്ക്കുക ഒരു ദൈവശക്തി ഇന്ന് പകൽ നിന്റെ അവൻ ആധാരങ്ങളിലൂടെ, നിന്റെ നാടികളിലൂടെ, നിന്റെ ഞരമ്പുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ അവളെ തുറന്നു വിടുകയാ. നീ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടാൽ, നീ പത്മോസ് എന്ന ദ്വീപിനകത്ത് ഒറ്റപ്പെട്ടു പോയാൽ കൈവിടുന്നവനല്ല എന്റെ ദൈവം. ഇന്ന് പകൽ അവൻ നിന്നെ അതിനകത്ത് ഇറങ്ങി വന്ന് ആത്മാവിൽ ബലപ്പെടുത്തുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ആത്മാവിലും നിറയ്ക്കും. അതുകൊണ്ട് ബലഹീനനാക്കി നന്നാലും പുതുബലം എന്നിൽ പകരും. ഞാൻ ബലഹീനനാക്കി നന്നാലും ഈ പുതുബലം എന്നിൽ ഞാൻ ബലഹീനനാക്കി നന്നാലും പുതുബലം എന്നെ. ഇന്ന് പകൽ ഉണപ്പുണ്ടോ? ഞാൻ ബലഹീനനാക്കി നന്നാലും പുതുബലം ഇന്ന് പകൽ കർത്താവേ പകരണമേ. ബലഹീനനാക്കി നന്നാലും പുതുബലം ബലഹീന ബലഹീനനാക്കി നന്നാലും അപ്പാ ഞാൻ ബലഹീനനാക്കി നന്നാലും പുതുബലം എന്നിൽ പകരണമേ. ഞാൻ ബലഹീനനാക്കി 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 പുതുബലം എന്നിൽ പകരും. ഞാൻ ബലഹീനനാക്കി പുതുബലം എന്നിൽ പകരും. ഞാൻ ബലഹീനനാക്കി പുതുബലം എന്നിൽ പകരും. ബലഹീനനാക്കി പുതുബലം എന്നിൽ പകരും.
ഞാൻ ബലഹീനനായി തീർന്നാൽ ബലഹീനനായി തീരുമ്പോൾ പുതുബലം എന്നിൽ പകരണമേ. ബലഹീനനായി തീരുമ്പോൾ പുതുബലം എന്നിൽ പകരണമേ. ഞാൻ ബലഹീനനായി തീരുമ്പോൾ പുതുബലം കാലങ്ങൾ മാറിപ്പോയാലും യേശു മാറാത്ത കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. ബലഹീനനായി തീരുമ്പോൾ ബലപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം, ബലഹീനനായി തീരുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി. ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരുന്ന ഒരു കർത്താവ്. ഇന്ന് പകൽക്കാലം ആ പുതിയ ബലം നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് പകരുകയാണ്. ആ പുതിയ ബലം പരിശുദ്ധാത്മ നമ്മിലേക്ക് പകരുകയാണ്. ബലഹീനനായി തീരുമ്പോൾ, വീണു പോകുമെന്ന് തോന്നുമ്പോൾ, ആത്മീയതയിലാകട്ടെ ഭൗതികതയിലാകട്ടെ ബലഹീനനായി തീർന്നു പോകുമ്പോൾ പുതിയ ബലം എന്നെയും നിങ്ങളുടെ മേൽ പകർന്നു തന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അവൻ നമ്മെ തള്ളിക്കളഞ്ഞിട്ട് മാറിക്കളയുന്നവനല്ല. തകർന്നു പോകുമ്പോൾ മാറായുടെ
അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ, അലങ്കോലമായി കിടക്കുന്ന ചില ജീവിത അനുഭവങ്ങളെ നോക്കി പരിശുദ്ധമ്മ വിളിച്ച് പറയുന്നു, ബലഹീനമായി തീർന്നാൽ കുഞ്ഞെ, നിന്നെ ബലപ്പെടുത്തുക, ഞാൻ അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരുടെ കുടുംബങ്ങളിലേക്ക്, ചിലരുടെ ഭവനങ്ങളിലേക്ക്, ചിലരുടെ ജീവിതങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുക. ഒരു ബലവുമായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, കൃപയുടെ സാന്നിധ്യത്താൽ അങ്ങ് വെളിപ്പെടുത്തണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് ചേർന്ന് വായിക്കും. 1 മുതലുള്ള 3 വാക്യങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാം. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. അടുത്ത വാക്യം കൂടി. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്നു നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം അയച്ചു എന്നറിയാമോ? നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ഹല്ലേലൂയ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനെ വിളിച്ചിട്ട് കൊടുക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ അവനെ ജാതികളെ കീഴടക്കും. ഹല്ലേലൂയ. ആരെ കീഴടക്കുമെന്ന് പറഞ്ഞു? ജാതികളെ അവന്റെ മുമ്പിൽ കീഴടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമുക്കെതിരെ കടന്നു വരുന്ന ചില ജാതികളുണ്ട്. ആരാ ഈ ജാതികൾ? വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ വചനം, സുവിശേഷ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകുന്നില്ല എന്ന് സുവിശേഷ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ആ ജാതിയെ കുറിച്ചാണ് കർത്താവിവിടെ പറയുന്നത്. കോരേശിനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, കോരേശേ, ഞാൻ നിന്റെ മുമ്പിൽ ജാതികളെ കീഴടക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ മുമ്പിൽ, ഞാൻ നിനക്ക് വേണ്ടി ജാതികളെ കീഴടക്കും. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിന് വിരോധമായി കടന്നു വരുന്ന ശത്രുക്കളെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വിരോധമായി കടന്നു വരുന്ന ചില ജാതികളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് കീഴടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ
കൊണ്ട് കഴിയാത്തത്, നമ്മെക്കൊണ്ട് പറ്റാത്തത് എന്തോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ പ്രവചനത്തിൻ്റെ ശക്തിയാ, തൻ്റെ നാവിൻ്റെ ബലത്താൽ ദൈവം സ്തോത്രം എന്ത് ചെയ്യാൻ പോകുന്നു? അതിനെ കീഴടക്കാൻ പോകുക. യഹോവയായ ദൈവം തൻ്റെ അഭിഷിക്തനായ കോരശിനെ വിളിച്ചിട്ട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, കോരശേ, ഞാൻ ജാതികളെ കീഴടക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഈ ജാതികളിലെ അതിനെ നിനക്ക് കഴിയത്തില്ലായിരിക്കാം കീഴടക്കണം. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, അതിനെ ഞാൻ കീഴടക്കും. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുമോ നിങ്ങൾ? ആമേൻ. നിങ്ങൾക്ക് വിരോധമായി കടന്നു വരുന്ന മലകൾ പോലെ വചനം പറഞ്ഞ ഈ മലയോട് നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുമെങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകുന്നില്ല. ഏതാ ഈ ജാതി? നിങ്ങളുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന പ്രതികൂലങ്ങളിലെ, നിങ്ങളുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ഈ പ്രതിസന്ധികളിലെ ഇതാ ആ ജാതി എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു മല പോലെ നിൽക്കുന്ന ഒരു രോഗമില്ലേ? നിങ്ങളുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയില്ലേ? നിങ്ങളുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളില്ലേ? ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഈ മല മാറിപ്പോകും. എങ്ങനെ മാറിപ്പോകുമെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഈ ഇടുക്കിയിൽ കാണുന്ന മലകളെ കുറിച്ചല്ല വചനം പറയുന്നത്. പിന്നെയോ കർത്താവിനെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്, എങ്കിലും ഈ വക ജാതികൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകുന്നില്ല. ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മലകളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു ജാതിയെ പോലെ എടുത്തു കളയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ജാതിയെ പോലെ കർത്താവ് പറയുന്നു, കർത്താവ് തന്റെ പ്രവചനത്തിലൂടെ പറയുകയാണ്, അതിനെ ഞാൻ എടുത്തു കളയും. ഹല്ലേലൂയ. അതിനെ ഞാൻ കീഴടക്കും. അടുത്ത് പറയുന്നു, കോരശേ, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും. ഹല്ലേലൂയ. കോരശിനോട് കർത്താവ് പറയും, ഒന്ന് കോരശിനോട് കർത്താവ് ദൂത് പറയുന്നു, അവൻ ജാതികളെ ഞാൻ കീഴടക്കും, നിന്റെ മുമ്പിൽ ഞാൻ ജാതികളെ കീഴടക്കും. രണ്ടാമത് പറയുന്നു, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ അരക്കച്ചകളെ നീ അഴിക്കേണ്ടത്. എന്താ ഈ അരക്കച്ച? ഹല്ലേലൂയ. അരക്കച്ച എന്ന് പറഞ്ഞ ബെൽറ്റ്. ഹല്ലേലൂയ. ഈ ബെൽറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കെട്ടിയാലേ ഉറപ്പുള്ളൂ. ഹല്ലേലൂയ. ഇത് കെട്ടുമ്പോൾ അരക്കച്ചയ്ക്ക് ചില അധികാരങ്ങളുള്ള കച്ചയെ കുറിച്ചാണ് അത് പറയുന്നത്. നമുക്കറിയാം, പുരോഹിതന്മാരെ നോക്കുമ്പോൾ അവർ ഇടുപ്പിലൂടെ ഒരു ചരട് കെട്ടാറുണ്ട്. എന്താ? അവരുടെ അധികാരത്തിന്റെ പരിധിയെ കുറിച്ചാണ് ഇത് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ രാജാക്കന്മാരുടെ അരക്കച്ച, അവരുടെ വസ്ത്രത്തിന് നമ്മളൊക്കെ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ അരയിൽ കെട്ടിയിരിക്കുന്ന ഈ കച്ചയെ കുറിച്ച്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, വചനം പറയുന്നു, അവന്റെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ഹല്ലേലൂയ. ചില രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ഹല്ലേലൂയ. അഴിക്കേണ്ടതിന്. കോരശിനോട് പറയുന്നു, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. മൂന്നാമതായി പറയുന്നു, കതകുകൾ അവനും തുറന്നിരിക്കേണ്ടതിനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോരശേ, കതകുകൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. അത് പിന്നെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ മുമ്പിലെ കതകുകൾ എന്നേക്കുമായി അടഞ്ഞിരിക്കുകയാണ്. അതിനെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും തുറക്കുവാൻ കഴിയുന്നില്ല. എന്ത് ചെയ്തിട്ടും, ഹല്ലേലൂയ, എന്ത് ചെയ്തിട്ടും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോയ ചില വാതിലുകളെ തുറക്കുവാൻ കഴിയാതെ അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, നിന്റെ മുമ്പിൽ കതകുകൾ അവന് തുറന്നിരിക്കും. ഹല്ലേലൂയ. കതകുകൾ അവന്റെ മുമ്പിൽ തുറന്നിരിക്കും. അത് പിന്നെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്. അടുത്ത് പിന്നെയും പറയുന്നു, വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. ഹല്ലേലൂയ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് കർത്താവ് പറയുന്നു, ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. കുഞ്ഞേ, നീ അവന്റെ വലങ്കൈയല്ല പിടിക്കേണ്ടത്, അവൻ നിന്റെ വലങ്കൈ പിടിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ വലങ്കൈ പിടിക്കട്ടെ. നിങ്ങൾ അവന്റെ കൈ പിടിക്കുവാനല്ല, നിങ്ങൾ ദൈവത്തിന്റെ കൈയെ പിടിച്ചു എന്ന് പറയുവാനല്ല. എങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവന്റെ കൈ
കൈവിട്ടിട്ട് പോയെന്ന് വരും. അല്ലെങ്കിൽ പക്ഷേ ദൈവം തമ്പുരാൻ നിങ്ങളുടെ കരം പിടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ആ കയ്യെ വിടുവിച്ച് പോകാൻ പറ്റത്തില്ല. ആ കയ്യെ വിടുവിച്ച് പോകണമെങ്കിൽ കർത്താവ് കൈവിടണം. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് അമ്മ കോരേശിനെ വിളിച്ചിട്ട് പറയും, കോരേശേ നിന്റെ കൈ അമ്മ സ്തോത്രം, ഹല്ലേലൂയ, നീ എന്നെയല്ല പിടിക്കണ്ടേ, ഞാൻ നിന്നെ പിടിക്കാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നേരെ തിരിച്ചാ. നമ്മൾ പിടിക്കുന്നത് അമ്മ സ്തോത്രം, നമ്മൾ കർത്താവിൻ്റെ കൈയെ, നമ്മൾ ആ കർത്താവിൻ്റെ കൈ പിടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ ജീവിതത്തിനകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ അങ്ങ് എൻ്റെ കൈ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൈ പിടിക്കണമെങ്കിൽ അവൻ അതിനൊത്തവണ്ണം നമ്മുടെ ജീവിതം അവൻ ക്രമീകരിക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് തോന്നുമ്പോൾ കടന്നു വന്ന് കർത്താവിൻ്റെ മുഖത്തെ അന്വേഷിക്കുവാനും കർത്താവിൻ്റെ കൈ പിടിക്കുവാനുമല്ല. അവൻ ഞാൻ നിങ്ങളോട് ഒന്ന് കൈമാറാം, കർത്താവ് നമ്മുടെ കൈ പിടിച്ചാൽ നിങ്ങൾ ഒരു പാപത്തിലേക്ക് വഴിതെറ്റി പോകുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിലേക്ക് വഴിതെറ്റി പോകുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് വഴിതെറ്റി യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അപ്പൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുവാൻ കഴിയത്തില്ല. നിങ്ങൾ എന്തിനെങ്കിലും വിരോധമായി സംസാരിക്കുമ്പോൾ അപ്പൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ അപ്പൻ പറയും, എടാ മിണ്ടാതിരിക്കെ, നേരെ എൻ്റെ പുറകെ വാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതാ അപ്പൻ്റെ കയ്യിൽ പിടിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അപ്പൻ്റെ കൈ പിടിക്കണം. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവമക്കൾ, ഹല്ലേലൂയ, നമ്മൾ അപ്പൻ്റെ കൈയല്ല പിടിക്കേണ്ടേ, നിങ്ങൾ ദൈവത്തിൻ്റെ കൈയല്ല പിടിക്കേണ്ടേ, ദൈവം നിങ്ങളുടെ കൈ പിടിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ കൈ പിടിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അങ്ങനെ പിടിച്ചാൽ കളിയുടെ ഗതി മാറും. ഹല്ലേലൂയ. അങ്ങനെ പിടിച്ചാൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞു തരാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ, അതായത് നിങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ച് അവർ നടക്കുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പറയുന്നതിനെ അവർ കേട്ട് അനുസരിച്ച് നടക്കുന്ന ഒരു നല്ല മക്കളാണെങ്കിൽ, ഒരു നല്ല മകനോ ഒരു നല്ല മകളോ ആണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പറയാം, അവരുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, മകനെ നീ അങ്ങോട്ട് പോകരുത്, മകളെ നീ അങ്ങോട്ട് പോകരുത്, അത് നല്ല പാതയല്ല, നീ അത് ചെയ്യുന്നത് ശരിയാകുന്നില്ല, നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ ജീവിതം ശരിയല്ല, നീ അങ്ങനെ ചെയ്യുന്നത് ശരിയാകത്തില്ല, അത് വളരെ മോശമാണ്, നീ പഠിക്കണം, നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ, ഒരു നല്ല മാതാവ്, ഒരു നല്ല പിതാവ് തൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നത് പോലെ, വചനം പറയുന്നു, യഹോവയായ ദൈവം നമ്മുടെ മക്കളുടെ കൈ പിടിച്ചാൽ, യഹോവയായ ദൈവം ഇന്ന് പകൽ ഇതിനകത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈ കർത്താവ് പിടിച്ചാൽ, ഞാൻ കൈമാറാം, ഒരു കുഴിക്കകത്ത് വീണു പോകുക നിന്നെ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുക ദൈവം അനുവദിക്കുകയില്ല. കാരണം ദൈവം പോകുന്ന ഇടത്തുകൂടെ നീ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ലോകം പോകുന്നിടത്തുകൂടെ പോകത്തില്ല. ലോകക്കാർ പല ഇടങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ, ലോകക്കാർ പല വഴികൾ നിന്റെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ, ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ദൈവം നിന്റെ കരം പിടിച്ചാൽ നിന്റെ തോന്നിയ വാസം നടക്കത്തില്ല. ദൈവം നിന്റെ കൂടെ ഇരുന്ന നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാൻ പറ്റത്തില്ല. ദൈവം നിന്റെ കൂടെ ഇരുന്ന നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അത് കഴിയാത്തത് കൊണ്ടാണല്ലോ ദൈവത്തിന് നമ്മൾ പിടിക്കാൻ കഴിയാത്തത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കൈ പലപ്പോഴും ദൈവത്തിന് പിടിക്കാൻ പറ്റാത്തത്. സ്തോത്രം. നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമുക്ക് നീങ്ങുവാൻ കഴിയത്തില്ല. ദൈവം പിടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നീങ്ങാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവം നിർബന്ധിച്ച് ഒരുത്തൻ്റെ കൈ പിടിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പിടിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ
പിടിക്കത്തക്ക രീതിയിൽ കർത്താവിന് വേണ്ടി നമ്മുടെ കൈയൊന്ന് കൊടുത്താൽ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൈ പിടിക്കും. ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ കൈ പിടിക്കും. നമ്മൾ കർത്താവിൻ്റെ കൈ പിടിക്കാനായിട്ട് നോക്കണ്ട. ഹല്ലേലൂയ, അത് പരാജയപ്പെട്ടെന്ന് വരാം. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ ആ കൈ വിടുവെച്ചിട്ട് നമുക്ക് നമ്മോട് തോന്നിയ പാടെ നമ്മൾ പോകും. ഹല്ലേലൂയ, പക്ഷേ ഇന്ന് പകൽക്കാലം അങ്ങനെ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ കൈ പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നമ്മൾ വായിച്ചതെന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ, എന്തൊക്കെ സംഭവിക്കും? കർത്താവ് നിന്റെ കൈ പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. സ്തോത്രമല്ല, ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. വലം കൈ കർത്താവ് പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വായിച്ചു, അവന് ജാതികളെ കീഴടക്കും. ഹല്ലേലൂയ, ദൈവം വലം കൈ പിടിച്ച ഒരുവന് വേണ്ടി എന്ത് പറയുന്നു? ഞാൻ അവനെ, സ്തോത്രം, ആർക്ക്? ഞാൻ ആരെ? ഹല്ലേലൂയ എന്ന് ചോദിച്ചാൽ വലം കൈ പിടിച്ചിരിക്കുന്നവൻ്റെ മുമ്പിൽ ജാതികളെ കീഴടക്കും. ഹല്ലേലൂയ, അവൻ വലം കൈ പിടിച്ചിരിക്കുന്നവൻ്റെ മുമ്പിൽ അവനെതിരായി കടന്നു വരുന്ന ജാതികളെ, അവനെതിരായി കടന്നു വരുന്ന പ്രതിസന്ധികളെ, അവനെതിരായി കടന്നു വരുന്ന യുദ്ധത്തെ എന്ത് ചെയ്യും? ഞാൻ കീഴടക്കും. ഹല്ലേലൂയ, അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ മക്കളെ ആരാ വിളിച്ചിറക്കിയത്? കർത്താവായ ദൈവമാ. ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയവൻ ദൈവമാ. അവൻ കൈപിടിച്ച ഇസ്രായേൽ മക്കളെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാൻ ഒന്ന് കൈമാറാം, അവർക്കെതിരെ ഒരു ജാതികൾക്ക് ഒരിടവും എഴുന്നേറ്റ് നിൽക്കുവാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ദൈവം പ്രതികൂലമായി നിന്നിട്ടുള്ളതല്ലാതെ അവർക്കെതിരെ, സ്തോത്രം, ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും ചലിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അതേ വിളിച്ചിറക്കിയ അന്നും അത് തന്നെയാണ്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചോ? ദൈവമാ അവന്റെ കൈ പിടിച്ചത്. ഹല്ലേലൂയ, ദൈവം കൈ പിടിച്ചാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ അവൻ കരം പിടിച്ചതാ. അവന്റെ വാക്ക്, ഹല്ലേലൂയ, മാറിപ്പോവുകയില്ല. ഈ ആകാശം മാറ്, ഈ ഭൂമി മാറ്, എന്നാൽ എൻ്റെ ദൈവത്തിന്റെ വാക്ക് അത് മാറുകയില്ല. എൻ്റെ ദൈവത്തിന്റെ പ്രവചനം മാറുകയില്ല. എൻ്റെ ദൈവത്തിന്റെ ശബ്ദം അത് മാറുകയില്ല. അതുകൊണ്ട് കർത്താവ് കോരേശിനോട് വിളിച്ചു വന്ന, കോരേശേ, ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചാൽ നീ ജാതികളെ കീഴടക്കും. ഹല്ലേലൂയ, നീ ജാതികളെ കീഴടക്കും. ജാതികൾ നിന്റെ നേരെ നിൽക്കുകയില്ല. ജാതികൾ നിന്റെ കുടുംബത്തിന് നേരെ കടന്നു വരികയില്ല. ജാതികൾ നിനക്ക് നേരെ അവകാശം പറയുകയില്ല. കാരണം ഞാനാകുഞ്ഞേ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ അധരങ്ങളെ തുറന്ന് പറയുവാൻ, കർത്താവേ, എൻ്റെ കൈ അപ്പൻ പിടിക്കണമപ്പാ, ഞാൻ പിടിക്കുവാനല്ല. എൻ്റെ കൈ നീ പിടിക്കണമേ, എൻ്റെ കൈ നീ പിടിക്കണമേ അപ്പാ. എൻ്റെ കൈ ഞാൻ പിടിക്കല, എൻ്റെ കൈ കർത്താവേ, ഞാൻ നിന്നെ പിടിക്കുവാനല്ല. പിന്നെയോ കർത്താവേ, അങ്ങൻ്റെ കൈ പിടിക്കണമപ്പാ. ഹല്ലേലൂയ, കോരേശിനോട് ചോദിച്ചു, കോരേശേ, കൈ പിടിച്ചത് കൊണ്ട് വല്ല ലാഭവും ഉണ്ടായോ? ഹല്ലേലൂയ, കൈ പിടിച്ചത് കൊണ്ട്, അപ്പൻ നിന്റെ കൈ പിടിച്ചത് കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടായോ? ഹല്ലേലൂയ, ലാഭം നമുക്ക് താഴോട്ട് വരുമ്പോൾ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നമുക്കിവിടെ നോക്കാം. ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. വലം കൈ പിടിച്ചിരിക്കുന്നവൻ്റെ മുമ്പിൽ ഒന്നാമത് കർത്താവ് പറയുന്നു, അവന് ജാതികളെ ഞാൻ കീഴടക്കും. അല്ലെ, രണ്ടാമത് പറയുന്നു, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും. ഹല്ലേലൂയ, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ഹല്ലേലൂയ, ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ. പ്രൈസ് ദി ലോർഡ്, അതാ അതിവിടെ കുറിക്കുന്നത്. ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ. ഹല്ലേലൂയ, നോക്കണമേ, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ശൗലിനെ മാറ്റിയിട്ട് ദൈവം ദാവീദിനെ എന്ത് ചെയ്തു? രാജാവായി അഭിഷേകം ചെയ്യുവാനിടയെ തീർന്നില്ലേ? എങ്ങനെയാ ഇത് സംഭവിച്ചത്? ദൈവം കരം പിടിച്ചവൻ അങ്ങനെയാ. ഹല്ലേലൂയ, ദൈവം കരം പിടിച്ചവനെ അങ്ങനെയാ. സ്തോത്രം. ഹല്ലേലൂയ, ദൈവം കരം പിടിച്ചവൻ എന്ത് ചെയ്തു? ഒന്നുമല്ലാതിരുന്ന അവൻ ഇസ്രായേലിന്റെ ഒരു രാജസിംഹാസനത്തിലേക്ക് ദൈവം അവനെ കരം പിടിച്ച് നടത്തുവാനിടയെ തീർന്നു. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, ദൈവം കൈ പിടിച്ചാൽ, ദൈവം നിന്റെ വലം കരം പിടിച്ചാൽ, ദൈവം നിന്റെ വലം കരം പിടിച്ചാൽ, ശൗലിനെ മാറ്റിയിട്ട് ഒരു പഴയ
പഴയ രാജ അധികാരിയെ മാറ്റിയിട്ട് നിന്നെ ഒരു അധികാരിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ചില അധികാരങ്ങളെയും ഈ ലോകത്തിൻ്റെ ചില വാഴ്ചകളെയും ഹല്ലേലൂയ രാജാക്കന്മാരുടെ അരക്കച്ചകളെ മാറ്റി അത് നിന്റെ കയ്യിലേക്ക് തരുക. അതിൻ്റെ അധികാരത്തിൻ്റെ കൈമാറ്റം തരുക. അധികാരത്തിൻ്റെ കൈമാറ്റം നിന്റെ മേൽ പരിശുദ്ധാത്മ വിടുക. ഇന്ന് പകൽ ഞാൻ പരിമാറുകയാ, യഹോവ നിന്റെ കരം പിടിക്കട്ടെ. ഹല്ലേലൂയ. യഹോവയായ ദൈവം നിന്റെ കരം പിടിക്കട്ടെ. ഞാൻ കൈമാറാം. കർത്താവ് കരം പിടിക്കണമെങ്കിൽ ഹല്ലേലൂയ കർത്താവ് കരം പിടിച്ചാൽ അത് ഏറ്റവും ഭാഗ്യമാണ്. പക്ഷേ ഞാൻ ഒന്നുകൂടി കൈമാറാം. കർത്താവ് കരം പിടിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെ സ്തോത്രം ഹല്ലേലൂയ ആയാലേ പറ്റത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ ആയാലേ കർത്താവ് എപ്പോഴും വിശുദ്ധിയിൽ വസിക്കുന്നവനാ. കർത്താവ് എപ്പോഴും സ്തോത്രം ഹല്ലേലൂയ അഴുക്ക് ചാലിൽ കിടക്കുന്നവരല്ല, അഴുക്കിൽ കിടക്കുന്നവനല്ല. കർത്താവ് എപ്പോഴും വിശുദ്ധിയിലിരിക്കുന്നവനാ. കർത്താവിന് നമ്മെ കയ്യപ്പിടിക്കുക ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ഒരു മകനായിരിക്കണം, ദൈവത്തിന്റെ മകളായിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ വഴിയെ പോകുന്ന ഒരു കുഞ്ഞിന്റെ കൈ ഒരിക്കലും പിടിക്കാറില്ല. ഹല്ലേലൂയ. പിടിച്ചാൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എൻ്റെ കൈ ഇവിടെ വെച്ച് ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ എനിക്ക് അധികാരമുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറഞ്ഞത് മനസ്സിലായവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വഴിയെ പോകുന്ന എല്ലാവരെയും പിടിക്കത്തില്ല. കർത്താവ് വഴിയെ പോകുന്ന എല്ലാവരുടെ കൈയെ കർത്താവ് പിടിക്കത്തില്ല. കർത്താവ് പിടിക്കുന്നത് തൻ്റെ മക്കളുടെ കൈയായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ കർത്താവ് ഒരിക്കൽ യേശു കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കൊണ്ട്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ആമേൻ. ഇന്നലെ പുത്രനായിരുന്നു, പക്ഷേ ഇന്ന് സ്നാനം കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ കുളിച്ച് വിളിച്ചു പറയുന്നു, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അതെന്താ? പുത്രനും പ്രിയപുത്രനും തമ്മിൽ എന്താ വ്യത്യാസം? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ അയൽവാസികളുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ മകനെ മകളെ എന്നാണ് നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്കും ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്തോത്രം നമ്മുടെ ഭവനമോ നമ്മുടെ വീടോ ഒന്നും ആർക്ക് കൊടുക്കാറില്ല. നമ്മുടെ കൂടെയുള്ള നമ്മൾ മകനെ എന്ന് വിളിക്കുന്ന മകളെ എന്ന് വിളിക്കുന്ന എല്ലാവർക്കും കൊടുക്കാറില്ല. പ്രൈസ് അത് ആർക്കേ കൊടുക്കത്തുള്ളൂ? നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ നമ്മൾ കൊടുക്കാറുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, ആ പ്രിയപുത്രൻ എന്ന പേരിന്, ആ പ്രിയപുത്രൻ എന്ന വിളിക്ക് നമ്മൾ യോഗ്യതയുള്ളവരായി മാറണം. ഹല്ലേലൂയ. ആ പ്രിയപുത്രൻ എന്ന വിളിക്ക് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ യോഗ്യത ഉള്ളവരായി മാറട്ടെ. ഇന്ന് പകൽക്കാലം അങ്ങനെ നമ്മൾ ആ പ്രിയപുത്രൻ എന്ന പേരിന് യോഗ്യതയുള്ളവരായി മാറിയ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഒന്ന് കൈമാറാം. അവൻ നമ്മുടെ ഹല്ലേലൂയ കിടക്കമേൽ കടന്നു വന്ന് നമ്മുടെ കൈപിടിച്ചവൻ നടത്തുവാനിടയായി തീരും. രോഗശയ്യയിൽ നീ കിടക്കുമ്പോൾ അവൻ നിന്റെ കൈപിടിക്ക്. നീ പ്രതിസന്ധികളുടെ നടുവിലായിരിക്കുമ്പോൾ അവൻ നിന്റെ കൈപിടിക്ക്. നീ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ അവൻ നിന്നെ കരം പിടിച്ചുയർത്തും. നീ ഹല്ലേലൂയ പൊട്ട കിണറ്റിനകത്ത് വീഴുമ്പോൾ അവൻ, അല്ലയോ യോസഫേ നീങ്ങി കയറി വാ എന്ന് പറഞ്ഞ് അവൻ തന്റെ കരം ആ പൊട്ട കിണറിനകത്തേക്ക് ഇറക്കി തരും. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, തനിക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഏതിടം വരെയും ഇറങ്ങി ചെല്ലും. ഹല്ലേലൂയ. ആമേൻ. അല്ലേ, യോബിന്റെ അനുഭവത്തിൽ നോക്കി. വേറൊരു തെങ്ങിൻ്റെ ഞാൻ ഉദാഹരണം പറഞ്ഞു പോവുകയാണ്. ഏതോ ഒരു പൂഴിമേൽ കിടന്നുകൊണ്ട് സ്തോത്രം ഓട് കഷ്ണമെടുത്ത് ചിരണ്ടുകയാണ്. സഹിക്കാൻ പറ്റാതെ ചിരണ്ടുന്നു. സ്തോത്രം. തൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, തൻ്റെ ഭാരം തനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അത് പറഞ്ഞു വന്നപ്പോഴാ സ്തോത്രം വേദന സഹിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുമ്പിലത്തെ ദിവസം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. അടിമാലി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ, സ്തോത്രം, ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈൻ സൂമിലൂടെ
പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അവൻ ആ സഹോദരൻ ഇങ്ങനെ അടിമാലി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കഴിഞ്ഞിട്ട് മുന്നിലത്തെ ദിവസം അവൻ സർജറി കഴിഞ്ഞു. അവൻ കാല് മുഴുവൻ ഹല്ലേലൂയ ഈ ഉപ്പിറ്റിയുടെ ഭാഗം വെച്ച് ഇങ്ങനെ രണ്ടായി പിളർന്നു പോയി. ഹല്ലേലൂയ. അവൻ അവിടുത്തെ ബോൾ രണ്ടായി പൊട്ടിപ്പോയി, ചിതറിപ്പോയി. പ്രൈസ് ഗോഡ്. അത് കാരണത്താൽ അവൻ ആ ബോൾ ഇരുന്ന ഭാഗത്ത് ഒരു പ്ലേറ്റ് ഇട്ട് അതിനെ അത് ചേർത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവത്തിൽ കിടക്കുന്ന മകൻ അവൻ സർജറി കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അന്ന് വൈകുന്നേരം മിനിഞ്ഞാന്ന് രാത്രി സ്തോത്രം അവൻ ഹോസ്പിറ്റലിൽ കിടന്ന് നിലവിളിച്ച് കരയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ നിലവിളിയെ അവൻ്റെ കണ്ടിട്ട് അമ്മ പുറത്തിറങ്ങി കടന്നു വന്നിട്ട് എന്നെ ഫോൺ വിളിച്ച അമ്മ എന്നെ വിളിച്ച് കരയുന്നു. ഹല്ലേലൂയ. എന്നെ വിളിച്ച് പാസ്റ്ററേ എൻ്റെ കുഞ്ഞ് ഭയങ്കര നിലവിളിച്ച് കരച്ചില്ല. ഹല്ലേലൂയ. വാർഡിനകത്ത് കിടന്ന് ഭയങ്കര നിലവിളിച്ച് കരച്ചില്ല പാസ്റ്ററേ. അവനെ ഒന്ന് സഹായിക്കണേ, അവനെ ഒന്ന് പ്രാർത്ഥിക്കണേ, അവൻ്റെ വേദന ഒന്ന് കുറയട്ടെ, അവനൊന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. ആ മാതാവിനെ അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അക്രൈസ്തവയാ മാതാവ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത മാതാവാ. പക്ഷെ ആ മാതാവിനൊരു ചില ദിവസങ്ങളായി ആ മാതാവ് ഞങ്ങളുമായി പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെന്ന് ആ മാതാവിന് മനസ്സിലായി. ദൈവം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നുണ്ടെന്ന് മാതാവിന് മനസ്സിലായി. ഹല്ലേലൂയ. മാതാവ് പറഞ്ഞു, മാതാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ആ ഒരു കോൾ ഇങ്ങോട്ട് വന്നില്ല. ഹല്ലേലൂയ. ദൈവം ഒരു ശാന്തത അവിടെ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇന്നലെ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി ആ മകനെ വിളിച്ച് സംസാരിച്ചു. ഹല്ലേലൂയ. നല്ലൊരു സുന്ദര കുട്ടപ്പനായ ഒരു മകൻ. ആമേൻ. 27 വയസ്സുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ നമ്മൾ ആരും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമൊന്നും ഇല്ല. പ്രൈസ് ലോർഡ്. അത്രയ്ക്ക് സുന്ദര കുട്ടപ്പനാ. ഏറ്റവും നല്ലൊരു മകനാ. പ്രൈസ് ലോർഡ്. ഞാൻ ചോദിച്ചു, സഹോദര ഇത്രയും സൗന്ദര്യമില്ലേ, എന്താ പിന്നെ ഇങ്ങനെ? ഹല്ലേലൂയ. ലോകത്തിന് കൊള്ളരുതാതെ, ഹല്ലേലൂയ, മദ്യത്തിന്, മയക്കുമരുന്നിന്, അതുപോലെ വേണ്ടാത്ത ലഹരികൾക്കെല്ലാം അടിമപ്പെട്ട് സ്തോത്രം. ഹല്ലേലൂയ. അവനെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ്റെ മാതാവിനോ പിതാവിനോ അവൻ്റെ കുടുംബക്കാർക്കോ ദേശക്കാർക്കോ ഒക്കെ സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും കഴിയാത്ത ഒരുവനായ സ്തോത്രം. അവനിങ്ങനെ ലോകം ചുറ്റി നടക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ മോനെ സ്തോത്രം, എനിക്ക് 40 വയസ്സുണ്ട്, നിനക്ക് 27 വയസ്സേ ആയുള്ളൂ. നിന്റെ കൂടെ സ്തോത്രം, നിന്റെ കൂടെ നടന്ന എത്ര കൂട്ടുകാർ ഇപ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. നിന്നെ തകർക്കുവാൻ, നിന്നെ മദ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ, നിന്നെ വീട്ടിനകത്ത് നിന്ന് പലയിടങ്ങളിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ നിന്റെ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നീ ഇത് പറ്റിക്കിടക്കുമ്പോൾ നിന്റെ വേദന എത്ര പേർ സഹിക്കുന്നുണ്ട്? നിന്റെ കൂട്ടുകാർ എത്ര പേർ നിന്റെ കൂടെയുണ്ട്? ഏതെങ്കിലും ഒരുവൻ നിന്റെ കൂടെയുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ നീ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിക്കേ. ഹല്ലേലൂയ. വീഴ്ച എനിക്കും പറ്റും, നിനക്കും പറ്റും. സ്തോത്രം. അതിൽ കാര്യമില്ല. പക്ഷേ ഇത് നിനക്ക് ചിന്തിക്കേണ്ട സമയമാ. ഹല്ലേലൂയ. വീഴ്ച ആർക്കും പറ്റാം. പ്രാർത്ഥിക്കുന്നവനും പറ്റും, പ്രാർത്ഥിക്കാത്തവനും പറ്റും. പക്ഷേ നീ ഒന്ന് ചിന്തിക്ക്. നിന്റെ കൂടെ ഇപ്പോൾ ആരുണ്ട്? നിന്നെ നശിപ്പിച്ച തലമുറകളുണ്ടോ? നിന്നെ നശിപ്പിച്ച കൂട്ടുകാരുണ്ടോ? നിന്നെ നശിപ്പിച്ച ആരെങ്കിലും ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ടോ? ഞാൻ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇല്ല പാസ്റ്ററേ, എനിക്ക് ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എടാ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്ന് നിന്റെ കൂടെ ഇരിക്കുന്നത് നിന്റെ മാതാവാ, നിന്റെ പിതാവാ, നിന്റെ കുടുംബക്കാരാ, നിന്റെ സഹോദരിയാ, അല്ലാതെ നിന്റെ കൂടെ ആരുമില്ല. നോക്കണമേ, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, ഇനി എന്നെ കുടുംബത്തിൽ നിന്ന് ആരും എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവൻ എറണാകുളം ഭാഗത്തേക്ക് കടന്നു പോയതാ. ഹല്ലേലൂയ. ഈ മാതാവും പിതാവും ഈ ആലയത്തിനകത്ത് കടന്നു വന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. അന്ന് രാത്രി അന്ന് രാത്രി ഈ മകൻ്റെ ജീവിതത്തിനകത്ത് അവൻ ഒരു അപകടം പറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രണ്ടാമത്തെ നിലയിൽ പണിതുകൊണ്ടിരുന്ന ആ മകൻ രണ്ടാമത്തെ നിലയിൽ നിന്ന് വന്ന് താഴെ വീഴുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കയറുണ്ടായിരുന്നെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് പാസ്റ്ററെ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അല്ലായിരുന്നേ തലയായിരിക്കും പിടിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. കാല് വന്ന് അവൻ്റെ ഒരു സ്തോത്രം. ഹല്ലേലൂയ. ഏതോ ഒരു സ്ലാബിൻ്റെ പുറത്തടിച്ച് കാലിന് ഭയങ്കര ഒരു അപകടം പറ്റിപ്പോയി. ഹല്ലേലൂയ.
ഇടത് കാല സ്തോത്രം ഹല്ലേലൂയ. നോക്കണമേ, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ദൈവം നമ്മുടെ കൈ പിടിച്ചാൽ ഹല്ലേലൂയ അപകടങ്ങൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് വഴിമാറുവാൻ ഇടയായി. ദൈവം നമ്മുടെ കരം പിടിക്കട്ടെ, ദൈവം നമ്മുടെ കരം പിടിക്കട്ടെ, അവൻ നമ്മുടെ കൈകളെ പിടിക്കട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവന് പിടിക്കാൻ തക്കതായ യോഗ്യത നമ്മുടെ ജീവിതത്തിനകത്ത് വരണം. ഹല്ലേലൂയ. കർത്താവിന് പിടിക്കാൻ തക്കതായ അവനൊരു കൈയായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും കൈ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അല്ലാതെ ദൈവമക്കൾ എന്ന് പറഞ്ഞ ദൈവജനം എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. പിന്നെയോ കർത്താവിന് പിടിക്കാൻ പറ്റണം നമ്മുടെ കൈയെ. ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം, അതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കടന്നു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പിടിച്ചവനോട് എന്താ പറയുന്നേ? അവൻ്റെ ജാതികളെ ഞാൻ അവൻ്റെ ജാതികളെ കീഴടക്കും. 2 രാജാക്കന്മാരുടെ അരക്കച്ചകളെ ഞാൻ അഴിക്കും. 3-ാമതായി പറഞ്ഞു, കതകുകൾ അവന് തുറന്നിരിക്കും. ആർക്ക് തുറന്നിരിക്കുമെന്ന് ചോദിച്ചാൽ ദൈവം കൈപിടിച്ചവൻ്റെ മുമ്പിൽ കതകുകൾ തുറന്നിരിക്കും. ഹല്ലേലൂയ. ദൈവം കൈപിടിച്ചവൻ്റെ മുമ്പിൽ കതകുകൾ തുറന്നിരിക്കും. അവൻ അടുത്തു പറയുന്നു, അവൻ്റെ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്, തുറന്നിരിക്കുന്ന വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്, തുറന്നിരിക്കുന്ന വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് കർത്താവ് തൻ്റെ കൈകളെ ഹല്ലേലൂയ അവൻ്റെ വാതിലുകളെ നമുക്ക് മുമ്പിൽ തുറന്നു തരുമെന്ന് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ വാതിലുകളെ ഹല്ലേലൂയ തൻ്റെ വാതിലുകളെ നമുക്ക് മുമ്പിലുള്ള വാതിലുകളെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. ആമേൻ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. അടുത്ത് പറയുന്നു, ഞാൻ വലങ്കൈ പിടിച്ചിരിക്കുന്നവനെ കുറിച്ച് അടുത്ത് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന്. സ്തോത്രമല്ല. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആർക്ക് മുമ്പായി ചെന്ന്? ദൈവം കരം പിടിച്ചവന്റെ മുമ്പിൽ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ ചെന്ന് കർത്താവ് ദുർഘടങ്ങളെ നിരപ്പാക്കുമെന്നല്ല പറയുന്നേ, ഞാൻ കൈ പിടിച്ചവന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ഈ ദുർഘടങ്ങൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ ഇടുക്കി മലയോര പ്രദേശമാണല്ലോ. ഇവിടെയൊക്കെ സ്തോത്രമല്ല ദുർഘടം പിടിച്ച റോഡുകൾ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും സ്തോത്രം പറയാറുണ്ട്. ഹല്ലേലൂയ. ദുർഘടമായ പാത, ഒന്നിനും കൊള്ളാതെ കിടക്കുന്ന പാത. സ്തോത്രം. കുഴികളും കുന്നുകളും മലകളും. ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലാൻ പറ്റാത്ത ചില സ്തോത്രമല്ല സ്ഥലങ്ങളെയാണ് ദുർഘടമായ പാതകൾ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുവഴി പോകുമ്പോൾ ചിലപ്പോൾ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായേക്കാം. ഹല്ലേലൂയ. റോഡിനകത്ത് നേരാവണ്ണം സഞ്ചരിക്കുവാൻ കഴിയത്തില്ലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു പാതയാണ് ദുർഘടമായ പാത എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുവഴി നേരെ പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഹല്ലേലൂയ. അവൻ ഈ ഒരു പാതയെ കർത്താവ് പറഞ്ഞു, ഞാനതിനെ നിരപ്പാക്കും. ഹല്ലേലൂയ. ഞാനതിനെ നിരപ്പാക്കുമെന്ന്. എന്തിനെ നിരപ്പാക്കും? ദുർഘടമായ ചിലതിനെ നിന്റെ മുമ്പിൽ നിരപ്പാക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ മുമ്പിൽ നിന്ന ചില മലകളെയും ചില താഴ്വരകളെയും ഒക്കെ ദൈവം ഇടിച്ച് അതിനെ നിരപ്പാക്കിയത് കൊണ്ടാ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുവിധം ഒന്ന് ലെവലായി പോകുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും കുഴികൾ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം തൊട്ടു മുമ്പിലുണ്ടായിരുന്ന ആ കുന്നിനെ ഇടച്ച് ആ കുഴിയിലേക്ക് ഇട്ടു തന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? തൻ കരം പിടിച്ച് നടത്തുന്നവരെ കൊണ്ടുപോകുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു നിന്ന ഏതോ ഒരു മലയില്ലേ, ദൈവം സ്തോത്രം. ഹല്ലേലൂയ. ആ മലയെ ഇടിച്ച് നിരത്തിയിട്ടാണ് നിന്റെ മുമ്പിലെ കുഴിയെ അടച്ചു കളഞ്ഞത്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒരു കുഴി ഉണ്ടായിരുന്നു, പക്ഷേ നീ കണ്ടില്ലാതെ, നിങ്ങൾ അറിഞ്ഞില്ലേ, അത് നിങ്ങളെ അറിയാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം എന്താ? ദൈവമാ നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. നീ ആ കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പേ കർത്താവ് നിന്റെ കരം പിടിച്ചിരിക്കുകയാ. കുഴിയിലേക്ക് വീഴുന്നതിന് മുമ്പേ കർത്താവ് നിന്റെ മുമ്പിലുള്ള
കുഴിയെ നികത്തിയിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിന്റെ മുമ്പിലുള്ള കുന്നിനെ നികത്തിയിരിക്കുക. കർത്താവ് നിന്റെ മുമ്പിൽ കടന്നു വരുന്ന വന്യജീവികളുടെ ആക്രമണങ്ങളെ ഒഴിവാക്കിയിരിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളും ഒഴിവാക്കി കർത്താവ് നിന്റെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുമെന്ന് പറഞ്ഞ ഇന്ന് പകൽ ആത്മാവിൽ അതിനെ സ്വീകരിക്കുന്നവർ എത്ര പേരുണ്ട്? ആ കരമൊന്നടിച്ച് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തോട്ടെ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കട്ടെ. ചില ദുർഘടങ്ങൾ നിരപ്പാക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മ നിങ്ങളുടെ കരം പിടിക്കട്ടെ. അവൻ കരം പിടിച്ചാൽ ഹല്ലേലൂയ ദുർഘടമായ ചിലത് നിരപ്പാക്കുവാൻ ഇടയായിത്തീരും. രണ്ട് പിന്നെയും പറയുന്നു, താമ്ര വാതിലുകളെ തകർത്ത് ഹല്ലേലൂയ താമ്ര വാതിലുകളെ അവൻ തകർക്കും. ഹല്ലേലൂയ എന്തിനാ തകർക്കുന്നേ? ദൈവം കരം പിടിച്ചിരിക്കുന്നവന്റെ മുമ്പിൽ താമ്ര വാതിലുകൾ തകരപ്പെടും. ഹല്ലേലൂയ താമ്ര വാതിലുകൾ തകരപ്പെടും. താമ്ര വാതിലുകൾ തകരപ്പെടും. ഇന്ന് പകൽക്കാൻ ഞാൻ പറയാം, നിങ്ങളുടെ മുമ്പിൽ അടച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും വാതിലുകളുണ്ടോ? അത് എന്ത് വാതിലായിരുന്നാൽ ഇന്ന് പകൽ പരിശുദ്ധ പറയുന്നു, യഹോവയായ ദൈവം കരം പിടിച്ച് നിന്നെ നടത്തിയ ചില താമ്രവാതിലുകൾ തകർക്കപ്പെടും. ഹല്ലേലൂയ താമ്രവാതിലുകൾക്ക് നിന്റെ വഴിയെ തടസ്സമാക്കുക ദൈവം അനുവദിക്കുകയില്ല. താമ്രവാതിലുകൾക്ക് നിന്റെ നേരെ നിലനിൽക്കുക. താമ്രവാതിലുകൾക്ക് നിങ്ങളുടെ വഴിയാത്രകളെ തടസ്സമാക്കുക ദൈവം അനുവദിക്കുകയില്ല. ഇന്നലകളിൽ ഈ താമ്രവാതിലുകളെ നിങ്ങൾക്ക് താണ്ടുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇന്നലകളിൽ ഈ താമ്രവാതിലുകളെ കടന്നു മുന്നേറുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വന്നില്ലായിരിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവ് കൈ പിടിച്ചാൽ ചില താമ്രവാതിലുകളെ നമ്മൾ തകർത്ത് മുന്നേറും. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ ഞാൻ നിങ്ങളോട് നമ്മൾ ആത്മാവിൽ കൈമാറുകയാണ്. നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിന് വിരോധമായി വന്നു നിൽക്കുന്ന ചില താമ്രവാതിലുകളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അവന്റെ കൈ പിടിച്ചാൽ, ഹല്ലേലൂയ ഞാൻ നിന്റെ കൈ പിടിച്ചാൽ. ഇന്ന് പകൽക്കാലം ഈ ദൂത് എത്ര പേർക്ക് പിടിക്കുവാൻ കഴിയും? ഹല്ലേലൂയ ദൈവം എൻ്റെ കൈ പിടിച്ചാൽ എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന എൻ്റെ മുമ്പിൽ കിടക്കുന്ന എൻ്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ഈ താമ്രവാതിലിനെ യഹോവയായ ദൈവം അതിനെ തകർക്കും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, കർത്താവേ എൻ്റെ കൈ പിടിക്കണമപ്പാ, എൻ്റെ കൈ പിടിക്കണമേ. ഞാൻ നിന്റെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ പുറകെ വലിച്ചു കൊണ്ടുവരുവാനല്ല, അങ്ങന്റെ കൈ പിടിച്ചിട്ട് ഞാൻ അങ്ങയുടെ പുറകെ വരാമെന്ന് പറയണം. ഹല്ലേലൂയ അങ്ങന്റെ കൈ പിടിച്ച് ഞാൻ അങ്ങയുടെ പുറകെ, എൻ്റെ പുറകെ ഈ കർത്താവല്ല ഞാൻ ദൈവത്തിന്റെ പുറകെ പോകുമെന്ന്. ഇനി ജീവിക്കുന്ന നാളുകളൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ പുറകെ പോകുമെന്ന് പറയുക. ചില താമ്രവാതിലുകളെ തകർത്ത് ചില അടിസ്ഥാനങ്ങളെ ഉടച്ച് ചിലതിനെ നിന്റെ കയ്യിലേക്ക് തരുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സർവശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ ആമേൻ. കർത്താവ് പിന്നെയും പറയുന്നു, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ ഇരുമ്പ് ഓടാമ്പലുകളെ. എന്നാ ഈ ഇരുമ്പ് ഓടാമ്പലുകൾ? ഹല്ലേലൂയ ഈ ഓടാമ്പൽ എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയാമോ? ഓടാമ്പൽ എന്ന് പറയുമ്പോൾ വാതിലിൻ്റെ കുറ്റി, അല്ലെങ്കിൽ വാതിലിൻ്റെ കുറ്റിയെ ഓടാമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ വചനം പറയുന്നു, ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മുടെ നമ്മെ കെട്ടിയിരിക്കുന്ന ചില കെട്ടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ ഇതിനെ കർത്താവ് പറഞ്ഞു, ഇരുമ്പ് ഓടാമ്പലുകൾ കൊണ്ട് കെട്ടിയാണ് ഞാനതിനെ ഖണ്ഡിച്ചു കളയും. ഹല്ലേലൂയ ഇരുമ്പ് ഓടാമ്പലുകൾ കൊണ്ട് നിന്നെ പൂട്ടി കെട്ടിയാലും, ഹല്ലേലൂയ എത്ര വലിയ പൂട്ടിട്ട് നിന്നെ കെട്ടിയാലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നിറവിൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറുകയാണ്. ഇരുമ്പ് ഓടാമ്പലുകളെ
കർത്താവ് പറയുന്നു, ഞാൻ അതിനെ ഖണ്ഡിച്ചു കളയും. ഹല്ലേലൂയ. അതിന് നിന്നെ ഇനി അമ്മ പൂട്ടുവാൻ കഴിയത്തില്ല. അതിനെ അമ്മൻ ഇളക്കി കളയുമെന്നല്ല പറഞ്ഞ്, അതിനെ ഖണ്ഡിച്ചു കളഞ്ഞാൽ എന്താ? പിന്നെ പൂട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിന്നെ പൂട്ടാൻ പറ്റത്തില്ല. അവൻ ഇളക്കിയാൽ, അവൻ അതിനെ തുറന്നു തന്നാൽ നമുക്ക് പിന്നെയും അതിനെ കൊളുത്തിട്ട് പൂട്ടാം. പ്രൈസ് ഗോഡ്. പക്ഷേ ഇതിനെ ഖണ്ഡിച്ചു കളഞ്ഞാലോ, ഇതിനെ മുറിച്ചു കളഞ്ഞാലോ പിന്നെ നിന്റെ പൂട്ടാൻ ആ വാതിലുകൾക്ക് കഴിയത്തില്ല. എത്ര അടച്ചിട്ടാൽ നിങ്ങൾ അതിനെ തുറക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ അതിനെ കൈവയ്ക്കുമ്പോൾ അതിനെ തുറന്നു വരും. കാരണം എന്താ? അതിന് പൂട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ആത്മാവ് കൈമാറുക. ദൈവത്തെ മുറുകെ പിടിക്കുന്ന ദൈവവൈതലേ, നിന്റെ മുമ്പിൽ നീ ദൈവത്തിന്റെ കൈ, ദൈവം നിന്റെ കൈ പിടിച്ചാൽ, ദൈവം നിന്റെ കരം പിടിച്ചാൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വാതിലുകളുടെ താമ്രവാതിലുകളുടെ ഇരുമ്പ് ഓടാമ്പലുകളെ ദൈവം കണ്ടിച്ച് ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ മുമ്പിൽ താമ്രവാതിലുകളെ പൊളിച്ച് ദൈവം നിന്റെ മുമ്പിൽ ചില അസാധാരണമായ വാതിലുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തുറന്നു വിടുകയാ. ഇന്ന് പകൽ അത് ഈ സഭയിലേക്ക് തുറന്നു വിടുകയാ. അടച്ചു വച്ച ചില ഇരുമ്പ് ഓടാമ്പലുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന ചില താമ്രവാതിലുകൾ ഇരുമ്പ് ഓടാമ്പലുകളെ വെച്ച് കെട്ടിയത്, ഇരുമ്പ് ഓടാമ്പലുകളെ ഇട്ട് അടച്ചത്, ഇനി അത് തുറക്കത്തില്ലെന്ന് ചില ഉരുക്കു മുഷ്ടികൾ കൊണ്ട് കെട്ടിയത്, ചില മന്ത്രവാദങ്ങൾ കൊണ്ട് അടച്ചുപൂട്ടിയത്, ചില ആഭിചാരങ്ങൾ കൊണ്ട് കെട്ടിവെച്ചത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിമാറട്ടെ. ഇന്ന് പകൽ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ മേൽ ഇന്ന് പകൽ കർത്താവേ അങ്ങനെയുള്ള ചില ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുന്ന ഒരു ദൈവ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഇപ്പോൾ ഈ ഓൺലൈനിലൂടെ കടന്നു വരികയാണ്. ചില ഇരുമ്പ് ഓടാമ്പലുകൾ ഇന്ന് പകൽ അത് നിങ്ങളുടെ മുമ്പിൽ പൊട്ടിമാറും. ഹല്ലേലൂയ. ചില ഇരുമ്പ് ഓടാമ്പലുകൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ അത് പൊട്ടിമാറും. അതിന് പിന്നെ നിന്നെ പൂട്ടാൻ കഴിയത്തില്ല. കാരണം അതിനെ ഇളക്കി മാറ്റുമെന്നല്ല കർത്താവ് പറഞ്ഞേ, അതിനെ ഖണ്ഡിച്ചു കളയുമെന്ന്. ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ആർക്ക് വേണ്ടി? താൻ കൈപിടിച്ച തൻ്റെ മക്കൾക്ക് വേണ്ടി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ആത്മാവ് കൈവാറ, ദൈവം കൈപിടിച്ച നിന്റെ മുമ്പിൽ ഒരു താമ്രവാതിലിന് നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു താമ്രവാതിലുകൾക്ക് നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അതിന്റെ ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ച് അതിനെ നിന്റെ മുമ്പിൽ തുറന്നു തരുക പരിശുദ്ധാത്മാവ് നിന്നെ മുമ്പേ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പിന്നെ പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. ഹല്ലേലൂയ. നിന്നെ പേർ ചൊല്ലി വിളിച്ച ഞാൻ. ഹല്ലേലൂയ. ആരാ? രഞ്ജിത്തല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് ഇതിനകത്തിരുത്തിയത് ഞാനല്ല, പിന്നെ ആരാ? എൻ്റെ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുമോ? നിങ്ങളെ വിളിച്ചത്, നിങ്ങളെ വേർതിരിച്ചത്, നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററല്ല, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അഭിഷിക്തനല്ല, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ അയൽവാസിയല്ല, നിങ്ങൾക്ക് ഫോൺ നമ്പർ തന്ന് വിളിപ്പിച്ച നിന്റെ കൂട്ടുകാരനല്ല, കൂട്ടുകാരിയല്ല, പിന്നെയോ നിന്നെ എന്നോ കണ്ട ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ എന്നോ കേട്ട, നിന്റെ വേദനകളെ കണ്ട, നിന്റെ നിരാശകളെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. അവനാ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. കർത്താവ് പറയുന്നു, എൻ്റെ മക്കളുടെ നിലവിളി ഞാൻ കണ്ടു. ഇസ്രായേൽ മക്കളുടെ നിലവിളിയെ കർത്താവ് പറഞ്ഞു, ഞാൻ അവന്റെ ശബ്ദം കേട്ടു. എനിക്കവിടെ മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ നിലവിളി, എൻ്റെ മക്കളുടെ നിലവിളി, എൻ്റെ മക്കളുടെ നിലവിളി കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഇറങ്ങി വരും. അവനെ മിസ്രയീമിനായ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ ഞാൻ വിടുവിച്ച് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ.
എൻ്റെ ദൈവത്തിന് തൻ്റെ മക്കളുടെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ നിലവിളി കേട്ടുകൊണ്ടിരിക്കത്തില്ല. അവൻ നിലവിളിക്ക് നടുവിൽ അവൻ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. വചനം പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്. ഹല്ലേലൂയ. അമ്മ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, ഞാനിന്നലെ അടിമാലിലേക്ക് കടന്നു പോകും. കർത്താവേ, അപ്പം ഞാൻ ഈ വചനം വായിച്ചിട്ടാ ഞാൻ ഇന്നലെ കടന്നു പോകുന്നു. സുർമലലു വചനം വായിച്ചിട്ട് കടന്നു പോകുമ്പോൾ കർത്താവ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം. അവൻ ഭയങ്കര സുർമലലൂയ, അവൻ മദ്യപിക്കുമ്പോൾ ഭയങ്കര പ്രശ്നക്കാരനെന്നൊക്കെയാണ് അവൻ്റെ മാതാപിതാക്കളൊക്കെ പറഞ്ഞത്. സ്തോത്രമല്ലൂയ. അപ്പം ഞാൻ ചിന്തിക്കും, കർത്താവേ, ഇവൻ അവിടെ പോകുമ്പോൾ വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ? ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചുകൊണ്ട് ഞാൻ ഇതിനെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പായി, കർത്താവ് എനിക്ക് മുമ്പായി പോകണം, ദുർഘടങ്ങളെ നിരപ്പാക്കണം. ഞാൻ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ സുന്ദര കുട്ടപ്പനായി ഇവിടെ ഇരിക്കുക. അല്ലെങ്കിൽ എനിക്ക് അമ്മ പിടിക്കാൻ പറ്റിയ ആ പാകത്തിന് ദൈവം അവിടെ ഇരുത്തേക്ക്. ഹല്ലേലൂയ. അപ്പം ഞാനിവിടെ പോയി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഹല്ലേലൂയ എന്നെ സ്വീകരിക്കുവാനായിട്ട്. അപ്പം ഞാൻ ചെയ്തു, കർത്താവേ, ആ വചനത്തിൻ്റെ ഭയങ്കര ശക്തിയാണ്. ഹല്ലേലൂയ. അമ്മ ചില ദുർഘടങ്ങളെ കർത്താവ് നിരപ്പാക്കി അവിടെ വച്ചിരിക്കുക. ഹല്ലേലൂയ. ഒരു ശൗലിനെ ഈ ദമസ്കോസിൻ്റെ അവിടെ വെച്ച് അവൻ ശൗലിനെ അടിച്ച് അവൻ പൗലോസാക്കി മാറ്റിയതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, നല്ല ഒരടിയും കൊടുത്ത് അവിടെ വച്ചേക്കുക. നമുക്ക് സംസാരിക്കാൻ തക്ക പാകത്തിന് ദൈവം അവനെ റെഡിയാക്കി അവിടെ വച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവം ഞാൻ ചിന്തിക്കുന്നു, ദൈവമാ അവൻ വാക്യത്തെ, വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ വചനത്തിൻ്റെ ശക്തി ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ വചനത്തെ അവൻ എടുത്ത് ഒന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കണം. ആമേൻ. ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക. നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ താഴ്ത്തു വരട്ടെ. എന്ന് ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് വചനം പറയുന്നു, ഞാൻ നിനക്ക് എന്തു തരും? ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും. ഹല്ലേലൂയ. എന്ത് തരുമെന്ന് പറഞ്ഞു? ഇരുട്ടിലെ നിക്ഷേപങ്ങളെ തരും. ഹല്ലേലൂയ. അതെന്താ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ? സ്തോത്രം. ഹല്ലേലൂയ. നിക്ഷേപം അവിടെയുണ്ട്, പക്ഷെ എന്താ കിടക്കുന്നേ? ഇരുളടഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. നിക്ഷേപം അവൻ നമ്മുടെ വീട്ടിനകത്തുണ്ട്, പക്ഷേ ഈ നിക്ഷേപം ഇരിക്കുന്ന സ്ഥലം എന്ത് ചെയ്ത് കിടക്കുകയാ? ഇരുണ്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇരുണ്ട് കിടക്കുന്നത് കാരണം ഈ നിക്ഷേപത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇരുട്ടിലെ നിക്ഷേപങ്ങളെ ആർക്ക് തരുമെന്ന് പറയുന്നു? ദൈവം നമുക്ക് തരാനിടയെ തരും. ദൈവം തൻ്റെ മക്കൾക്ക്, ദൈവം കൈപിടിച്ചവൻ്റെ മുമ്പിൽ ഞാൻ അവൻ്റെ ദൈവമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും. ഹല്ലേലൂയ. ഇരുട്ടിലെ നിക്ഷേപങ്ങളെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്
നിക്ഷേപ ഇരുട്ടിന്റെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും പരിശുദ്ധനായ വേണ്ടി തരും. ഹല്ലേലൂയ. അവൻ ഇരുളിലെ നിക്ഷേപങ്ങളെ പ്രൈസ് ദി ലോർഡ്, അവൻ ഇരുളടഞ്ഞ ഇരുട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ചില നിക്ഷേപങ്ങളിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവം നമ്മെ കരം പിടിച്ച് അതിൻ്റെ അകത്തേക്ക്, അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കർത്താവ് നമുക്ക് എന്ത് ചെയ്തിട്ട് ഒരു പ്രകാശം അവിടെ ഇട്ട് തരും. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഇസ്രായേൽ മക്കൾ അവർക്ക് മരുഭൂമിക്കകത്ത് അവർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. ഹല്ലേലൂയ. മന്ന കൊടുത്തു. ഈ മന്ന ഇവർ ഭക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ മന്ന ഇവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് രാത്രിയായപ്പോൾ ഈ മന്ന ഭൂമിയിലേക്ക് വീണു. പക്ഷെ ഇത് ആരും കണ്ടില്ല. ഇതിൻ്റെ പുറത്ത് എന്തുണ്ടായിരുന്നു? ഒരു മഞ്ഞുണ്ടായിരുന്നു. ഹല്ലേലൂയ. മഞ്ഞ് കൊണ്ട് ഇത് മൂടിക്കിടന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രഭാതമായപ്പോൾ തേജസ് അവിടെ വെളിപ്പെട്ടു. ഈ തേജസ് വെളിപ്പെട്ടപ്പോൾ ഇതിന്റെ മഞ്ഞയുടെ പുറത്ത് കിടന്ന മഞ്ഞ് ഉരുകി മാറി അവർക്ക് മുമ്പിൽ ആ ഭക്ഷണം, ഹല്ലേലൂയ, അത് വെളിപ്പെട്ട് വരുവാനിടയായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ചില മഞ്ഞകളുണ്ട്. ഇന്ന് പകൽക്കാലം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന മുമ്പിൽ കാണാതെ വണ്ണം മറഞ്ഞിരിക്കുന്ന ചില ഭക്ഷണമുണ്ട്. അത് തെളിഞ്ഞു വരണമെങ്കിൽ ഒരു തേജസ് അതിന്റെ മേൽ അടിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ആ തേജസ് വെളിപ്പെടണമേ. ഇരുളിൽ മറഞ്ഞിരിക്കുന്ന ഈ നിക്ഷേപം കാണണമെങ്കിൽ ഒരു വെളിച്ചം അടിച്ചിട്ടല്ലാതെ അത് കാണത്തില്ല. ഇരുളിൽ മറഞ്ഞിരിക്കുന്ന ഈ നിക്ഷേപം നമ്മുടെ മുമ്പിൽ കാണണമെങ്കിൽ, അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടണമെങ്കിൽ അതിൻ്റെ മേലൊരു പ്രകാശം അടിക്കാതെ, അതിൻ്റെ മേലൊരു ലൈറ്റ് ഇടാതെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആ വെളിച്ചമാണ് ഇന്ന് പകൽക്കാലം നമ്മിലേക്ക് വരേണ്ടത്. ഹല്ലേലൂയ. ആ തേജസ്സാണ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരേണ്ടത്. ആ തേജസ് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരട്ടെ. ആ തേജസ് ഇന്ന് പകൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വചനം പിന്നെ വരുന്നു, അവന് വേണ്ടി മറവിടങ്ങളിലെ നിധികളെയും തരും. ഹല്ലേലൂയ. അവന് വേണ്ടി മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും. എന്താ നിധി? ഹല്ലേലൂയ. നിധി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഒത്തിരി കഥകളിൽ വായിച്ചിട്ടുണ്ട് നിധി. ഹല്ലേലൂയ. ആരൊക്കെയോ മുമ്പെങ്ങാനോ സ്വരൂപിച്ച് വെച്ചത് നമ്മുടെ പിതാക്കന്മാർ, പഴയകാല ഹല്ലേലൂയ പാരമ്പര്യ അപ്പൂപ്പന്മാർ എവിടെയോ സ്വരൂപിച്ച് വെച്ച സ്തോത്രം, ഹല്ലേലൂയ, നന്മകളെയാണ് അല്ലെങ്കിൽ നിധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം തിരുവനന്തപുരത്ത് അവനോട് ഒരു ക്ഷേത്രം, പത്മനാഭ സ്വാമി ക്ഷേത്രം, ഹല്ലേലൂയ, അനന്തപത്മനാഭൻ്റെ ക്ഷേത്രം, സ്തോത്രം. അവിടെ നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വായിച്ചു കാണും. കോടിക്കണക്കിന് സ്തോത്രം, കേരളത്തിന് വില മതിക്കാൻ പറ്റാത്ത സ്തോത്രം, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം, അതുപോലെ സമ്പത്തുകളും അതിൻ്റെ നിലവറയ്ക്കുള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന ഒരനുഭവം നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചു കാണും. സ്തോത്രമല്ലേ. ഞാൻ പറയട്ടെ, ഇതിനെയാണ് നിധി എന്ന് പറയുന്നത്. സ്തോത്രമല്ലേ. മറഞ്ഞിരിക്കുന്ന ഗുപ്തമായിട്ടുള്ള ചില നിധികൾ, അല്ലെ വചനം എന്ത് പറയുന്നു? അത് നിനക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന ചില ഗുപ്തനിധികളെ കർത്താവ് ഞാൻ പിടിച്ചിരിക്കുന്നവന് വേണ്ടി അത് ഇട്ടുകൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ നിധിയെ ഒന്ന് സ്വീകരിക്കുവാൻ, ആ നിധിയെ ഒന്ന് സ്വീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ദൈവം നിന്റെ കൈ പിടിച്ചാൽ സ്തോത്രം, ഹല്ലേലൂയ, വാതിൽ തുറക്കുമെന്ന് മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന ചില നിക്ഷേപങ്ങളെയും, ഇരുളിനകത്തിരിക്കുന്ന ചില നിക്ഷേപങ്ങളെ, മറവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്ത നിധികളിലേക്ക് ദൈവം നിന്നെ നടത്തുവാനിടയായിത്തീരും. കാരണം കൈ പിടിച്ചത് അവനാ. നീ കൈ പിടിച്ചാൽ പോകുന്ന വഴികൾ ചിലപ്പോൾ ഇരുളടഞ്ഞ മണ്ഡലങ്ങളായിരിക്കാം. നീ കൈ പിടിച്ചാൽ ചിലപ്പോൾ നിന്റെ തോന്നിയവാസത്തിന് ആയിരിക്കാം നീ യാത്ര ചെയ്യുന്ന. പക്ഷേ ദൈവം കരം പിടിച്ചാൽ നിന്റെ ഇന്നലകളെയും നിന്റെ ഇന്നിനെയും നിന്റെ നാളെയും അറിയുന്ന കർത്താവ്, അവൻ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ നമ്മുടെ കൈ പിടിച്ചാൽ അവൻ അതിലെ നേരെ നടത്തുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമുക്കറിയാത്ത ചില വാതിലുകളുണ്ട്. നമ്മൾ കാണുന്നത് ഈ ലോകത്തിൻ്റെ വഴികൾ
വാതിലുകളാ, പക്ഷെ നിങ്ങൾ അറിയാത്ത ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ മറഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ മറഞ്ഞിരിക്കുന്ന വാതിലുകളെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് തുറന്നു വിടും. ഹല്ലേലൂയ. അമ്മ ദൈവം കരം പിടിച്ചാൽ അമ്മ പിന്നെ ലോകത്തിനല്ല നിയന്ത്രണം, പിന്നെ നിയന്ത്രണം ദൈവത്തിന്. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ കൈ അങ്ങ് പിടിക്കണം അപ്പ, എന്നെ ദൈവം നിയന്ത്രിക്കണമേ. ഈ ലോകം എന്നെ നിയന്ത്രിക്കണ്ട, ഈ ലോകത്തിന്റെ സുഖങ്ങൾ എന്നെ നിയന്ത്രിക്കണ്ട, ഈ ലോകത്തിന്റെ സമ്പത്തിലേക്ക് എന്നെ നിയന്ത്രണം വേണ്ട, ഈ ലോകത്തിലെ കുടുംബക്കാരെന്നെ നിയന്ത്രിക്കണ്ട, ഈ ലോകത്തിൽ ആരും എന്നെ നിയന്ത്രിക്കണ്ട. എന്റെ നിയന്ത്രണം മുഴുവനും എന്റെ അപ്പൻ ഏറ്റെടുക്കണമേ. ഇന്ന് പകൽക്കാലം കർത്താവേ, എന്റെ നിയന്ത്രണമെല്ലാം എന്റെ അപ്പൻ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നീ ആ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ആമേൻ, കർത്താവ് പറയും, മോനെ നീ അങ്ങോട്ട് പോകരുത്, നീ നേരെ വാ, നീ നേരെ വാ എന്ന് കർത്താവ് തൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്ക്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ഈ ദൈവം നിന്റെ കരം പിടിക്കുന്ന ദൈവമാ. ഈ ദൈവം നിന്റെ ദൈവമാ. ഈ ദൈവം നിന്നെ തള്ളിക്കളയുന്നവനല്ല. ആമേൻ. ഈ ദൈവം നിന്നെ ഉപേക്ഷിച്ചു കളയുന്നവനല്ല. ഈ ദൈവം നിന്റെ കൈ പിടിക്കുന്നവനാ. ഈ ദൈവം നിന്റെ കൈ പിടിക്കുന്നവനാ. ഈ ദൈവം നമ്മെ മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികളിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലപ്പോ ചില നിക്ഷേപങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കുക, നമ്മളത് കാണുന്നില്ല. പക്ഷെ ദൈവം കൈ പിടിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവം മറഞ്ഞിരിക്കുന്ന ആ നിക്ഷേപങ്ങളിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, നിന്റെ നിയന്ത്രണം പൂർണ്ണമായി കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊണ്ട്, ഹല്ലേലൂയ, നിന്റെ നിയന്ത്രണം ഇനി വേണ്ട. നിന്റെ നിയന്ത്രണം കർത്താവിന്റെ കയ്യിലേക്ക് വിട്ടുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികളുണ്ട്, അത് നിന്റെ കയ്യിലേക്ക് വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തെളിവായി ഒരു വാക്ക്, ഒരു എൻ്റെ അനുഭവം കൂടെ പറഞ്ഞു തരാം. ഹല്ലേലൂയ. മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികൾ, ഹല്ലേലൂയ, അത് ഗുപ്ത നിധിയോളം ഒന്നും വരില്ലെങ്കിൽ ഞാനെൻ്റെ ഒരു കുഞ്ഞനുഭവത്തെ പറയാം. സ്തോത്രം. ഞാൻ ഈ വചനം കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ദുബായിൽ നിന്നൊരു കോൾ വന്നു. സഹോദരി വിളിച്ചിട്ട് പറയുക, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഹല്ലേലൂയ, എനിക്ക് പാസ്റ്റർ ആനാണെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ആ സഹോദരി എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഗൂഗിൾ പേ നമ്പർ ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ആ സഹോദരി ഇത് തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പാസ്റ്റർ ചെറിയൊരു സ്വതന്ത്ര കാഴ്ച ഞാൻ ഇട്ടേക്കാമേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചെറിയൊരു സ്വതന്ത്ര കാഴ്ച ഞാൻ ഇട്ടേക്കാം. ഹല്ലേലൂയ. ഇതെന്താ? ഇതൊരു ചെറിയ നദിയാണ്. പ്രൈസ് ഗോഡ്. അതൊരു വലുതല്ല. എന്നെ നമ്മളെ സംബന്ധിച്ചൊന്നുമല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയട്ടെ, ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയവനാ പ്രിയമുള്ളവരെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഇരുന്ന ഒരു സമയത്ത്, പ്രൈസ് ഗോഡ്, ആ സഹോദരി കോൾ ഇങ്ങോട്ട് വിളിച്ച് അറിഞ്ഞുകൂടാത്തൊരു സഹോദരി കുവൈറ്റിലോ ദുബായിലോ എവിടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇങ്ങോട്ട് വിളിച്ചിട്ട് സഹോദരി പറഞ്ഞു, ഞാനൊരു പേയ്മെൻറ്റ് അങ്ങോട്ട് ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? മറഞ്ഞിരിക്കുന്ന ചില നിധികൾ തുറന്നു വരുന്നതാ. പ്രൈസ് ഗോഡ്. കാരണം എന്താ? പിടിച്ചിരിക്കുന്നത് കർത്താവാ. ഹല്ലേലൂയ. ഞാനല്ല, എൻ്റെ പിടിയിലല്ല ഇത് പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ പിടിയിലല്ല ഇത് പോകുന്നത്. എനിക്ക് നല്ല പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ പിടിയിലോ എൻ്റെ നിയന്ത്രണത്തിലോ അല്ല ഇത് പോകുന്നത് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മറഞ്ഞിരിക്കുന്ന ചില ഗുപ്ത നിധികളുടെ വാതിലുകൾ തുറന്നു തരുന്നത്. ഇന്ന് പകൽ ഇന്ന് ദൈവം അത് തുറക്കുമെങ്കിൽ നാളെ ഹല്ലേലൂയ അതിൻ്റെ അടുത്തത് തുറക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ബലത്തിലാ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ദൈവം നിന്റെ കൈ പിടിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ അനുഭവം മാറിയിരിക്കുക. ദൈവം നിന്റെ കൈ പിടിച്ചാൽ നിന്റെ അനുഭവം മാറിയിരിക്കുക. വെറുതെ അല്ല കേട്ടോ. ഞാൻ രാജാക്കാട് വന്നത് ദൈവം പിടിച്ചുകൊണ്ട് വന്നതാ കൈ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന് വിട്ടുകൊട്. നിന്റെ കൈ ദൈവത്തിന് വിട്ടുകൊട്. കർത്താവേ, എൻ്റെ കൈ അങ്ങ് പിടിച്ചോണേ അപ്പാ. എനിക്ക് നിന്നെ പിടിക്കുവാനല്ല, ഞാൻ നിന്നെ പിടിക്കുവാനല്ല. അപ്പാ, എൻ്റെ കൈയെ നീ
പിടിക്കണമേ, എൻ്റെ കയ്യെ നീ പിടിക്കണമേ അപ്പാ. ഇന്ന് പകൽക്കാലം അധരങ്ങളെ തുറന്ന് പറയുവാൻ കഴിയുമോ? എൻ്റെ കയ്യെ നീ പിടിക്കണമേ അപ്പാ. ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറയുവാൻ, ഈ ദൈവത്തിന് നിന്റെ കയ്യെ വിട്ടുകൊടുക്കുവാൻ, ഈ ദൈവത്തിന് നിന്റെ കരം കൊടുക്കുവാൻ നിനക്ക് കഴിയുമോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, നമ്മളൊക്കെയും ആ ദൈവത്തിന്റെ കൈ പിടിക്കാനല്ലേ നോക്കി നടക്കുന്നത്. കാരണം എന്താ? എൻ്റെ ഇഷ്ടം നടക്കണം, അപ്പൻ്റെ ഇഷ്ടങ്ങളല്ല നടക്കേണ്ടത്. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ തീരുമാനം മാറ്റ. നിന്റെ ഇഷ്ടമല്ല, അപ്പൻ്റെ ഇഷ്ടം നടക്കണമെന്ന് പറ. അതിന് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടം നടക്കണമെന്നാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് വിളിച്ചു പോയി, കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ടയപ്പാ, നിൻ്റെ ഇഷ്ടം മാത്രം മതി. ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട പിതാവേ, അങ്ങയുടെ ഇഷ്ടങ്ങൾ മാത്രം മതി. എനിക്കും എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ഇഷ്ടങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സന്തോഷിക്കാൻ എനിക്കുണ്ടായിരിക്കുന്നു. എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, ഹല്ലേലൂയ, അമ്മൻ ഒത്തിരി എനിക്കും അമ്മൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ അമ്മ ഞാൻ കടന്നു വന്നിരിക്കുമ്പോൾ അവൻ എന്നെ പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മ കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ അക്കൗണ്ടുകളെല്ലാം എല്ലാം കാലിയായി. എനിക്ക് 3 അക്കൗണ്ടുണ്ട്. 3 അക്കൗണ്ട് കാലിയായിരിക്കുമ്പോൾ അമ്മ ഒരു ദിവസം സ്തോത്രം, ഹല്ലേലൂയ, ഒരു രാത്രി ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ ദാസൻ വിളിച്ചിട്ട് പറയൻ, പാസ്റ്ററേ, ഞാനൊരു തുക അമ്മൻ അങ്ങോട്ടോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അമ്മ ഒരു എൻ്റെ അക്കൗണ്ടുകളെല്ലാം ഏകദേശം 500 താഴോട്ടായി. സ്തോത്രം, ഹല്ലേലൂയ. 500 ഈ മാസം ഭയങ്കര ചിലവായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അമ്മൻ ബോക്സ്, അതുപോലെ 3-4 സംഭവങ്ങൾ ഒരുമിച്ച് കത്തിപ്പോയി. ഹല്ലേലൂയ. ഒരുമിച്ച് കത്തിപ്പോയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലവ് വന്നു ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ അതിന് തന്നെ ചിലവ് വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇതിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അമ്മ അക്കൗണ്ടുകളെല്ലാം കാലിയായി. ഹല്ലേലൂയ. 500 രൂപയ്ക്ക് താഴെ എല്ലാം വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട്, ഫ്യൂജ് എമൗണ്ട് അമ്മൻ എന്ന് പറയും. എൻ്റെ കണക്കിന്, എൻ്റെ അമ്മ ഇഷ്ടത്തിന് അതാ. സ്തോത്രം, ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ അതാ. ഹല്ലേലൂയ. എമൗണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ സ്തോത്രം, ഞാൻ അത് അദ്ദേഹം എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് പറഞ്ഞോ, എൻ്റെ പിന്നെ പാസ്റ്റർ ഒരു അക്കൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ ഉപയോഗിച്ചോ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞവരുടെ അമ്മ നല്ല പ്രിയമുള്ളവരെ, ഒത്തിരി അനുഭവങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ചക്കകത്ത്, ഈ 1-2 ആഴ്ചക്കകത്ത് നടക്കുന്നത് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇത്രയും വിശ്വസ്തനാണോ എന്ന് അമ്മ ചിന്തിപ്പിക്കുന്ന അത്ഭുതമായ ആ കരത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ദൈവം കൈപിടിച്ച് കൊണ്ടുവന്നത് അവൻ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഹല്ലേലൂയ. അവൻ പലരും ഒറ്റപ്പെടുത്തുമ്പോൾ, പലരും മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, പലരും സ്തോത്രം, ഹല്ലേലൂയ, കൂടിയിരിക്കാമെന്ന് ചിന്തിക്കുന്നവർ പോലും അവൻ മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ പറയട്ടെ, പിടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരമായിരിക്കുക. ഞാൻ എൻ്റെ അപ്പന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവൻ ഇരുളിലിരിക്കുന്ന നിക്ഷേപങ്ങളെ എനിക്കറിയാം, എൻ്റെ അപ്പൻ തുറന്നു തരും. ഹല്ലേലൂയ. അവൻ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികളെ അവൻ ദൈവം തുറന്നു തരും. ദൈവം അതിലേക്ക് എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിനകത്ത് പൂർണ്ണ ബോധ്യമുണ്ട്. അവൻ ഞാൻ എൻ്റെ കയ്യിലല്ല, എൻ്റെ പിടിയാലല്ല, എൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ അവൻ അറിവ് കൊണ്ടല്ല ഞാൻ നടക്കുന്നത്. ദൈവത്തിൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ കൈവനായി എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിക്കാൻ വേണ്ടി നോക്കി നിൽക്കരുത്. ദൈവത്തിന് വേണ്ടി വിട്ടുകൊണ്ട് അവൻ പിടിക്കട്ടെ നിന്റെ കരത്തെ. അവൻ നിന്റെ കൈ പിടിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പിന്നെ തൊടാൻ കഴിയത്തില്ല. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാൽ, ആരൊക്കെ നിന്റെ ശുശ്രൂഷകൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ, ആരൊക്കെ നിന്റെ നടപ്പ് ശരിയല്ലെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ നീ അവരെ ഒന്നും നോക്കാതെ നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ദൈവം കരം പിടിച്ചാ, ഹല്ലേലൂയ, അവൻ അതിനെ പൊളിക്കുക. ഈ ലോകത്തിലെ ഏത് ഹല്ലേലൂയ ശക്തി ശ്രമിച്ചാലും, ഏത് ഇരുമ്പോടാമ്പലുകളായിട്ട് നിന്നെ അടയ്ക്കുവാൻ ശ്രമിച്ചാലും, ഏത് വാതിലുകളെ വെച്ച് പിശാച് നിന്നെ കെട്ടാൻ നോക്കിയാലും, ഇന്ന് മകന്റെ ആത്മാവിൽ വിളിച്ചു കൈമാറാം, നീ പുറത്തു വന്നിരിക്കും.
അതരഘടക അരകൽ കഥനമന ഘടക ശൈലി വിധിക ജലഘടകത വർദ്ധനമന കഥനഘടക ചെയ്യാ. അമ്മ കുഞ്ഞെ, നിന്റെ സഭയെ പൂട്ടുവാൻ, നിന്റെ ആരാധനകളെ പൂട്ടുവാൻ, നിന്റെ കുടുംബത്തെ പൂട്ടുവാൻ അമ്മ പിശാചിടുന്ന ചില ഇരുമ്പ് ഓടാമ്പലുകളിലെ ചില താമ്രവാതിലുകളിലെ ഇന്ന് പകൽക്കാൻ ഞാൻ പറയാ, അപ്പൻ നിന്റെ കൈ പിടിച്ചാലുണ്ടല്ലോ ഈ ഇരുമ്പ് ഓടാമ്പലുകൾക്ക്, ഈ താമ്രവാതിലുകൾക്ക് നിന്നെ പിടിച്ചു നിർത്തുക അസാധ്യമാണ്. നിന്നെ പിടിച്ചു നിർത്തുക അസാധ്യമാണ്. അവന്റെ കൈകൾക്ക്, അവന്റെ വാതിലുകൾക്ക്, അവന്റെ ഇരുമ്പ് ഓടാമ്പലുകൾക്ക് നിന്നെ തകർക്കുക, നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ കൂടെ ഇരിക്കുന്നവൻ എന്റെ ദൈവമായ യഹോവയാ. അവനൊപ്പം വരത്തില്ല ഒരു താമ്രവാതിലുകൾ, അവനൊപ്പം വരത്തില്ല ഒരു ഇരുമ്പ് ഓടാമ്പലുകൾ, അവനൊപ്പം വരത്തില്ല ഒരു രാജാക്കന്മാരുടെ അരക്കച്ചകൾ. അവൻ അതിനെ പൊളിച്ച് നിന്നെ അപ്പൻ വഴി നടത്തുമെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? നടക്കത്തില്ല, നടക്കത്തില്ല പിശാചേ. നീ എത്ര അടച്ചാലും, നീ എത്ര അടച്ചാലും നിന്നെ പൊളിക്കും. ഹല്ലേലൂയ. നീ എത്ര അടച്ചാലും, നീ ശുശ്രൂഷകൾക്ക് എത്ര അടിയറവ് പറഞ്ഞാലും, നീ ശുശ്രൂഷകൾക്ക് എത്ര ഇരുമ്പ് ഓടാമ്പലുകളെ ഇട്ടാലും, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ, നടക്കത്തില്ല പിശാചേ. പുറത്തു വന്നിരിക്കും, സഭ പുറത്തു വന്നിരിക്കും. രാജാക്കാടിനകത്തത് സംഭവിച്ചിരിക്കും, രാജാക്കാടിനകത്തത് സംഭവിച്ചിരിക്കും. എത്ര താമ്രവാതിലുകൾ കൊണ്ട് നീ അടച്ചിട്ടാലും പിശാചേ, രാജാക്കാടിൽ ദൈവസഭ പുറത്തു വന്നിരിക്കും. ഏത് ആഭിചാരകൻ വിചാരിച്ചാലും, ഏത് മന്ത്രവാദി വിചാരിച്ചാലും, അവൻ ഇനി ഏത് എതിർ പ്രാർത്ഥനകൾ വന്നാലും ശരി തന്നെ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ, അമ്മ സഭ പുറത്ത് വന്നിരിക്കുക. കാരണം കൈ പിടിച്ചിരിക്കുന്നത് ദൈവമാണെന്ന് ഉറപ്പ് എനിക്ക് 100% പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം ആ ഉറപ്പിന് മേല ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്നവനെ, ഹല്ലേലൂയ, അവനെ കണ്ട് ഭയപ്പെട്ടു പോകുവാനല്ല, അവന്റെ മുമ്പിൽ ചങ്കൂറ്റത്തോട് നിന്നിട്ട് പറ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ താമ്രവാതിൽ, എൻ്റെ മുമ്പിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഈ ഇരുമ്പ് ഓടാമ്പലുകളെ കണ്ടിച്ചു കളയുക. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ അവന്റെ പുറകിലാ നിൽക്കുന്നേ. അവൻ ഈ വാതിൽ എനിക്ക് ഞാൻ തുറക്കുവാൻ കഴിയത്തില്ല, പക്ഷെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. അമ്മ സഭയുടെ വാതിൽ ദൈവം തുറക്കാൻ പോകുക. സഭയുടെ വാതിൽ ദൈവം തുറക്കാൻ പോകുക. ഈ 2025 തീരുന്നതിന് മുമ്പേ സഭയുടെ ചില ഡോറുകൾ അത് റിലീസ് ആവാൻ പോകുക. സഭയുടെ ചില ഡോറുകൾ അത് റിലീസ് ആവാൻ പോകുക. രാജാക്കാടിൽ ദൈവജനം അത് കാണും, രാജാക്കാടിൽ ദൈവജനം അത് കാണും, രാജാക്കാടിൽ ദൈവജനം അത് കാണും. ചില ഇരുമ്പ് ഓടാമ്പലുകളെ പൊട്ടിച്ച് സഭ പുറത്തു വരുന്നത്. പുറത്തു വരും. ബലഹീനനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകരം, ബലഹീനനായിരിക്കുമ്പോ ബലപ്പെടുത്തുന്ന ഒരു ദൈവകരം ഇന്ന് പകൽ അവൻ പുറത്തു കൊണ്ടുവരൂ. ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരൂ. നീ ബലഹീനനാകുമ്പോ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവകരമുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. എന്നും പൂട്ടിനകത്തല്ലെന്നേ, എന്നും പൂട്ടിനകത്തല്ല, എന്നും പൂട്ടിനകത്തല്ല. നീ പുറത്തു വരും. ആമേൻ. നീ പുറത്തു വരും. ഇന്ന് നിനക്ക് തോന്നാ
അയ്യോ കഴിയുന്നില്ലല്ലോ പുറത്തു വരാൻ, അയ്യോ പറ്റുന്നില്ലല്ലോ പുറത്തു വരാൻ. ഇല്ല കുഞ്ഞെ, അമ്മൻ അങ്ങനെ വിടത്തില്ല നിന്നെ. അങ്ങനെ പൂട്ടപ്പെട്ടവനായി നിന്നെ ഇട്ടിട്ട് തമ്പുരാൻ പോകത്തില്ല. തമ്പുരാനാണ് നിന്നെ കൈ പിടിച്ചതെങ്കിൽ, തമ്പുരാനാണ് നിങ്ങളെ നിന്നെ രാജാക്കാട് വരെ കൊണ്ടുവന്നതെങ്കിൽ തുടർന്ന് നിന്നെ കൊണ്ടുപോകുക തമ്പുരാൻ അറിയാം. അവൻ റൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അവൻ ചില ഇരുളിന്റെ നിക്ഷേപങ്ങളെ നിന്റെ കയ്യിലേക്ക് തരും. അവൻ ചില ഗുപ്ത നിധികളെ നിന്റെ കയ്യിലേക്ക് തരും. അത് തരാൻ ദൈവത്തിന് റൂട്ട് അറിയാം. അവൻ അതിനെ അടച്ചു വച്ച ചില താമ്രവാതിലുകളുണ്ടല്ലോ, അത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ രാജാക്കാടിൽ അത് പൊളിയുകയാണ്. അതരഘടക രകൽ കദരമന ഘടക ഷൈഡി ബിരിക ലഗതുരമനി ഗതുര ഘടക ഓറഖനമനി അതുര ഘടക ലഗതരമനി ഗതുര ഘടക സിയ. ഇതിനകത്ത് പലർക്കും പറയുവാനുണ്ട്, അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ചില താമ്രവാതിലുകളെ തമ്പുരാൻ പൊളിച്ചു കളഞ്ഞത് ഇതിനകത്ത് പലർക്കും പറയുവാനുണ്ട്. ഇന്ന് പകൽ മറഞ്ഞിരുന്ന ചില മർമ്മങ്ങൾ, മറഞ്ഞിരുന്ന ചില ഗുപ്ത നിധികളെ നിങ്ങളുടെ കയ്യിലേക്ക് പരിശുദ്ധമ്മ വെളിപ്പെടുത്തി തന്നത് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പല അനുഭവസ്ഥരും ഇരിപ്പുണ്ട്. ചോദിക്ക്, കർത്താവ് പറഞ്ഞു തരും. ചോദിക്ക്, അവർ പറഞ്ഞു തരും അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആമേൻ. വർഷങ്ങളായി മറച്ചു വച്ചിരുന്നത്, വർഷങ്ങളായി മൂടിയിരുന്നത്, വർഷങ്ങളായി എവിടെയോ മറഞ്ഞിരുന്ന ചില ഗുപ്ത നിധികൾ നിങ്ങളുടെ കൺമുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ ഒത്തിരി സഭയ്ക്കകത്ത് പറയാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മറഞ്ഞിരുന്ന ഗുപ്ത നിധികളെ ദൈവം അവരുടെ കരങ്ങളിലേക്ക് കൊടുത്തു. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ആമേൻ നമ്മുടെ സഭയിൽ ഹല്ലേലൂയ 7 വർഷത്തോളം ആയി കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് തലമുറകൾ ഇല്ലാതിരുന്ന ഒരു സഹോദരി, വിൻസി സഹോദരി, ആ സഹോദരി കഴിഞ്ഞ ദിവസം തന്നെ ഡെലിവറി കഴിഞ്ഞു. ഹല്ലേലൂയ. ഡെലിവറി കഴിഞ്ഞ ദിവസം തന്നെ ഡെലിവറി കഴിഞ്ഞു. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ആ ദൈവം മറഞ്ഞിരുന്നതിനെ ആ സഹോദരിയുടെ മുമ്പിൽ തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മകളെ ദൈവം തുറന്നു കൊടുത്തു. ഒന്നല്ല, ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. 7 വർഷം കാത്തിരുന്നെങ്കിൽ ഇരട്ട തലമുറകളെ കൈമാറി ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന്. ഹല്ലേലൂയ. നമുക്ക് തോന്നും ഇതൊക്കെ സാധാരണമാ പാസ്റ്ററെ. അല്ലെന്നേ, മറ്റൊന്നുകൂടി ആ കുടുംബത്തിനകത്ത് വരുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒന്നാണെങ്കിൽ സാധാരണ, രണ്ടാണെങ്കിലോ എന്നാ പറയും നിങ്ങൾ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വൈമാറുകയാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, മറഞ്ഞിരിക്കുന്നതിനെ തുറന്നു കൊടുക്കുന്നത് ദൈവത്തിന്റെ കരമാ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ഇരിപ്പുണ്ട് നമ്മുടെ സഹോദരി ഫ്രണ്ടയിൽ ഇരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് ഒത്തിരി സ്തോത്രമല്ലേ, തൻ്റെ ഭാവിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ എല്ലാം ഇരുളായിരുന്നു. എന്നാൽ ദൈവം ഒന്ന് തുറന്നു കൊടുത്തു. തുറന്നു കൊടുത്തപ്പോൾ തൻ്റെ ഭാവി മാത്രമല്ല, തൻ്റെ കുടുംബത്തിൻ്റെ പണിയും കൂടി ദൈവം തീർത്തു കൊടുത്തു. നല്ലൊരു മനോഹരമായ ഭവനം ആ ദേശത്തിനകത്ത് അവർക്ക് ഉയർത്തുവാൻ ദൈവം അവരെ സഹായിച്ചു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ദൈവം കരം പിടിച്ചവൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു വരും. ഹല്ലേലൂയ. അതാ നമ്മൾ പാടുന്നേ, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശു ഒരു വാതിൽ അടച്ചാൽ അടച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു തുറന്നിരിക്കുന്നതിനെ അവൻ ചിലപ്പോൾ അടയ്ക്കും. പകരം പുതിയതൊന്ന് ദൈവം തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തുറക്കുമെന്ന് പറഞ്ഞാൽ അവൻ തുറന്നിരിക്കും. അവൻ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അവൻ അടച്ചിരിക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടോ? ദൈവം തുറന്നാൽ തുറന്നതാ. ഈ ലോകത്തിന് അതിനെ തൊടാൻ കഴിയത്തില്ല. ദൈവം ഒരിക്കൽ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ചെങ്കടലിൽ ഒരു വാതിൽ തുറന്നു. ഹല്ലേലൂയ. ചെങ്കടലിന് മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നു. അതിനകത്ത് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു. ഹല്ലേലൂയ. പക്ഷേ ഫറവോനും കൂട്ടനും യാത്ര ചെയ്തിട്ട് അവർക്ക് യാത്ര പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. നടുക്കടലിൽ വെച്ച് ഹല്ലേലൂയ ദൈവജനത്തെ പിന്തുടർന്ന് വന്നവൻ അവിടെ വീണ് നശിച്ചു പോകുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയത്തിന്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വാതിലിൽ നിങ്ങൾ മാത്രമേ കടക്കത്തുള്ളൂ. ശത്രു അതുവഴി വന്നാൽ അവൻ നശിച്ചു പോകും. ഹല്ലേലൂയ. അവനെ എങ്ങനെ ഇടണമെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അവനെ എവിടെ ഒതുക്കണമെന്ന് കർത്താവിന് അറിയാം. അവൻ കാരണമുണ്ട്. ഹല്ലേലൂയ.
അവൻ എട്ടും പൊട്ടും തിരിയാതെ ഹല്ലേലൂയ ജനിച്ച് മാസം മണിക്കൂറുകൾ പ്രായമുള്ള ഒത്തിരി സ്തോത്രം ഹല്ലേലൂയ തലമുറകളുടെ കണ്ണുനീർ മിസ്രൈമിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ വെള്ളം കുടിച്ചു മരിച്ച ഇസ്രായേൽ മക്കളുടെ തലമുറകളെ തലമുറകളുടെ കണക്ക് ദൈവം അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. എടാ ഫറവോനെ, നിന്നെ ഞാൻ വെള്ളം കുടിപ്പിച്ച് കൊല്ലും. ഹല്ലേലൂയ നീ ഒത്തിരി കുഞ്ഞുങ്ങളെ, നീ എൻ്റെ കുഞ്ഞു മക്കളെ വെള്ളം കുടിപ്പിച്ചില്ലേ? ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ നിന്നെ വെള്ളം കുടിപ്പിച്ച് തന്നെ കൊല്ലും. ഹല്ലേലൂയ അവൻ അതുപോലെ ദൈവം ചെങ്കടലിന്റെ നടുവിൽ കൊണ്ടിട്ട് അവനെ വെള്ളം കുടിപ്പിച്ചു. ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്നെ വെള്ളം കുടിപ്പിക്കുന്നവരെ തമ്പുരാൻ വെള്ളം കുടിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ നിന്നെ വെള്ളം കുടിപ്പിക്കുന്നില്ല ഇന്ന് ചിലർ. നിന്നെ വെള്ളം കുടിപ്പിക്കുന്നില്ല ഇന്ന് ചിലർ. മുന്നോട്ട് വിടാൻ കഴിയാതെ, മുന്നോട്ട് പിന്നോട്ട് വിടാൻ കഴിയാതെ നിന്നെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ ഇന്ന് പകൽ ആത്മനിറവിൽ ഞാൻ ദൂത് കൈമാറുകയോ, അവൻ ദൈവം വെള്ളം കുടിപ്പിക്കും. ഹല്ലേലൂയ. ഓ ഇന്ന് പകൽ നിന്നെ മുന്നേയും പിന്നെയും വിടാതെ വണ്ണം നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ വെള്ളം കുടിപ്പിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആത്മനിറവിൽ ഞാൻ കൈമാറുകയാണ്. അവനെ വെള്ളം കുടിപ്പിച്ച കർത്താവ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ആമേൻ. ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മമണ്ഡലത്തിൽ പോരാടുന്ന ചിലതുണ്ട്. ഇന്ന് പകൽ അവനെ വെള്ളം കുടിപ്പിക്കും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അവനെ വെള്ളം കുടിപ്പിക്കുമെന്ന്, അവനെ വെള്ളം കുടിപ്പിക്കും. അവൻ ഇന്ന് പകൽ നിന്നെ മുന്നേയും പിന്നെയും വിടാതെ താമ്രവാതിലുകൾ കൊണ്ട് അടച്ച് നിന്നെ നിർത്തിയിരിക്കുമ്പോ ഇന്ന് പകൽ നീ ആത്മാദേവൻ വിളിച്ചു പറ, പിശാചേ നിന്റെ വാതിലുകൾ ജയിക്കുകയില്ല. എനിക്ക് വേണ്ടി ദൈവം ഈ നടുവിൽ നീ ഇട്ട അടച്ച ഓടാമ്പലുകളെ തകർത്ത് താമ്രവാതിലുകളെ പൊളിച്ച് എന്റെ ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവുക. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ. അവൻ ദേവാദി ദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ. അവൻ ദേവാദിദേവൻ, അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, അവൻ 10,000 അതിശ്രേഷ്ഠൻ, അവൻ 10,000 അതിശ്രേഷ്ഠൻ. അവൻ വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. അവൻ വാതിൽ അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയുകയില്ല. എൻ്റെ ദൈവം വാതിലുകൾ തുറക്കാൻ പോകുക. എൻ്റെ യേശു വാതിലുകൾ തുറക്കാൻ പോകുക. എൻ്റെ യേശു വാതിലുകൾ തുറക്കാൻ പോകുക. അവൻ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ദിവസം എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽ ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാ. അവൻ ഇന്ന് പകൽ അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ, ദൈവം ചില വഴികളെ തുറന്നു വിടുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ ദൂത് കൈമാറുകയാ. അവൻ ചില ഇരുമ്പ് ഓടാമ്പലുകളെ തകർത്ത് ചില താമ്രവാതിലുകളെ പൊടിച്ച് അവൻ സഭയ്ക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ, നിന്റെ കുടുംബത്തിനകത്ത് ചില വഴികളെ, നിന്റെ കുടുംബത്തിനകത്ത് അടഞ്ഞിരിക്കുന്ന ചില മണ്ഡലങ്ങളെ ദൈവം ഇന്ന് പകൽ തുറന്നു വിടുകയാ. ഇരുമ്പോടാമ്പലുകൾ പൊളിയുകയാണ്. ചില ഇരുമ്പോടാമ്പലുകൾ പൊളിയുന്നു. ചില ഇരുമ്പ് ഓടാമ്പലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പൊളിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറും. ഒരു ഇരുമ്പ് വാതിൽ, ഒരു ഇരുമ്പ് ഓടാമ്പൽ
ഒരു താമ്രവാതിലുകൾക്കും ദൈവജനത്തിന്റെ മുമ്പിൽ വഴി അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവജനത്തിന്റെ വഴിയെ തടസ്സമാക്കുവാൻ കഴിയത്തില്ല. ഈ പ്രവചന ശബ്ദം ഇന്ന് പകൽ ഞാൻ നമ്മുടെ സഭയുടെ മേൽ ഡിക്ലെയർ ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. ഒരു ഇടുമ്പോട് അമ്പലുകൾക്കും രാജാക്കാടിനും GGM-നെ അടിയറവ് GGM-ന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ആമേൻ. GGM-ന്റെ എന്നല്ല, ദൈവം നട്ടതിന്റെ മുമ്പിൽ, ആമേൻ, ദൈവം നട്ടതിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ദൈവം പിടിച്ചിരിക്കുന്നതിന്റെ മുമ്പിൽ, ദൈവമാ പിടിച്ചിരിക്കുന്നതിനെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു മനുഷ്യനല്ല ഇതിന്റെ നിയന്ത്രണം, ഒരു മനുഷ്യനല്ല ഈ ദൈവസഭയുടെ നിയന്ത്രണം. ഒരു മനുഷ്യൻ നിന്റെ കുടുംബത്തിന് നിയന്ത്രണം വിട്ടുകൊടുക്കാതെ ഒരു കുടുംബനാഥനായി എൻ്റെ ദൈവത്തെ പിടിച്ചോ. ഒരു കുടുംബനാഥനായി നിന്റെ ദൈവത്തെ നീ പിടിച്ചോ. അതിനകത്ത് ഗൃഹഭരണം കർത്താവിന് വിട്ടുകൊടു, വീടിന്റെ ഭരണം കർത്താവിന് വിട്ടുകൊടു, ശുശ്രൂഷ കർത്താവിന് വിട്ടുകൊടു, ശുശ്രൂഷ കർത്താവിന് വിട്ടുകൊടു, ഗൃഹഭരണം കർത്താവിന് വിട്ടുകൊടു, വീടിന്റെ ഭരണം കർത്താവിന് വിട്ടുകൊടു. നിയന്ത്രണമൊന്നും നിങ്ങൾ വെക്കരുത്, ഒരു നിയന്ത്രണവും നിങ്ങൾ വെക്കരുത്. കർത്താവ് കൊണ്ടുപോട്ടെ, കർത്താവ് കൊണ്ടുപോട്ടെ, കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ കർത്താവ് കൊണ്ടുപോട്ടെ. നമ്മുടെ വഴികളല്ല. ഓ റാശാലവ കറ്റലാദേനിയ, ഓ ഹല്ലേലൂയ. യെസ് 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 യെസ്. എന്റെ ഇഷ്ടമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓ യേശു വാതിൽ തുറന്നാൽ ആർക്കും ആവുകില്ല, യേശു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിൻ വാതിൽ. ഓ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ. ഓ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ വൈരിൻ. ഓ യേശു ഒരു വാതിൽ തുറന്നാൽ. ചേർന്ന് നമുക്ക് കരമടിച്ച് ഒരുമിച്ച് കർത്താവിനെ പാടി ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. ഓ ശവനന്തുരകർത്തട്ടി ഭക്ഷൈഡവരഗതന ഘടകം ഉടരാജരക്ഷവനന്തുലമർത്തന ബഹുഡവരഗതം. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ ആവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. ഓ യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. തുറന്നിടുമേ വാതിൽ, ആഹാ എനിക്കായി വാതിൽ. ഉടർവരകതന അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ ഓ വൈരിയൻ വാതിൽ. ഓ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. ആമേൻ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ ഓ വൈരിയൻ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകൾ തന്റെ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകൾ തന്റെ കൃപയാൽ എന്നെ തുണച്ചിടുമേ.
മാറ്റിടുമേ. അതുകൊണ്ട് യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും, യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും ഉടവൻ ദുരവർത്തന ഘടകേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ. എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വൈരിയൻ വാതിൽ. അതുകൊണ്ട് താമ്രക്കതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാൻ അത് ഓരോന്നായി വഴി മാറ്റിടുമേ. താമ്രക്കതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും യോർദാൻ അത് ഓരോന്നായി വഴി മാറ്റിടും. അതുകൊണ്ട് യേശു ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും. അതുകൊണ്ട് തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ. ചൂടവരം താരാജാന വൈനാരകനം ശാന ദൂരം നീടുമേ വാതിൽ ദൂരം. ഇന്ന് പകൽ തുറന്നു വരട്ടെ. എല്ലാ താമ്രവാതിലുകളും പൊളിയും, എല്ലാ ദുർഘടങ്ങളും നിരപ്പാകും. എന്ന് പകൽ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമുണ്ട്. എല്ലാ ദുർഘടങ്ങളും നിരപ്പാകും, എല്ലാ താമ്രവാതിലുകളും പൊളിയും, എല്ലാ എരിവും മതിലും വീഴും. ഒരു യോർദാൻ നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല. ഇന്ന് പകൽ സകലതും തകരട്ടെ. ഇന്ന് പകൽ വിളിച്ചു പറ കർത്താവേ, അമ്മൻ എന്റെ കൈ നീ പിടിക്കണം, എന്റെ കൈ നീ പിടിക്കണം അപ്പാ. ഞാൻ പിടിക്കുവാനല്ല പിതാവേ, ഇന്ന് മുതൽ എന്റെ കൈ ദൈവം പിടിക്കണമേ, എന്റെ കൈ ദൈവം പിടിക്കണമേ. അമ്മൻ ദൈവം പിടിച്ച അമ്മൻ വഴി നീ കാണിച്ചു കൊടുക്കണ്ട, വഴി ദൈവം കാണിച്ചു തരും. നിന്റെ മുമ്പിൽ അമ്മൻ ദൈവം വഴി കാണിച്ചു തരും. നീ എവിടെ എത്തണമെന്ന്, നീ എവിടെ പോകണമെന്ന് ദൈവം നിന്റെ മുമ്പിൽ കാണിച്ചു തരും. നീ കാണിച്ചു കൊടുക്കണ്ട. ദൈവം നിന്നെ കരം പിടിച്ചുകൊണ്ട് നടന്നു, ദൈവം നിന്നെ കരം പിടിച്ചുകൊണ്ട് നടന്നു. നിന്റെ കയ്യിൽ നന്മയില്ലായിരിക്കുക, നിന്റെ കയ്യിൽ സമ്പത്തില്ലായിരിക്കുക, നിന്റെ കയ്യിൽ അനുഗ്രഹമില്ലായിരിക്കുക. പക്ഷെ ഇന്ന് പകൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, അവൻ നിന്നെ ദൈവം എത്തിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എത്തിച്ചിരിക്കും. ദൈവം നിന്റെ കൈ പിടിച്ചാൽ, ദൈവം നിന്റെ കൈ പിടിച്ചാൽ, ദൈവം നിന്റെ കരം പിടിച്ചാൽ നിന്നെ അവൻ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എത്തിച്ചിരിക്കും. ഈ ലോകത്തിലെ ഒരു ശത്രു നിന്നെ താമ്രവതിലുകൾ കെട്ടി തടയുകയില്ല. ഒരു ഇരുമ്പോടാമ്പലുകൾക്ക് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദുർഘടങ്ങൾ നിന്റെ മുമ്പിൽ നിരപ്പാകും. ഓറമന ഹതുരകസിയ അടകന്തര ജഗൽ കദരമന ഘടക വർധന രഗൽ കദരമന ഘടക ശൈലിവിധി കലകതുരമന ഹതുര ഘടകസിയ. ഒരു ഇരുമ്പോടാമ്പലുകൾക്കും നിന്റെ വാതിലിനെ തടയുവാൻ കഴിയത്തില്ല, നിന്റെ യാത്രയെ തടയുവാൻ കഴിയത്തില്ല. ഒരു താമ്രവാതിലുകൾക്കും നിന്റെ മുമ്പിൽ തടസ്സമിടുവാൻ കഴിയത്തില്ല. ഒന്നിനും നിന്നെ മൂടുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ,
ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ച് പറയുകയാണ്, വഴി കർത്താവ് കാണിച്ചു തരും. തമ്പുരാൻ നിന്നെ പിടിച്ചോണ്ട് പോവും. ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ വലിച്ചു കൊണ്ടുപോകും. ലോത്ത് ഒരിക്കൽ പറഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങോളം എത്തുവാൻ കഴിയത്തില്ല. ഇവനോട് പറഞ്ഞടാ ഇറങ്ങെന്ന് പറഞ്ഞു. ഇവൻ ഇറങ്ങുന്നില്ല. പുറകോട്ട് നിൽക്കുക. കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കർത്താവ് ദൂതന്മാർ ഇവനെ വലിച്ചു കൊണ്ടുപോയി. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ കയ്യിലാണ് നീയെങ്കിൽ ദൈവം നിന്നെ വലിച്ചു കൊണ്ടുപോകും. ഒരു വലിയ ട്രെയിനിനെ നമുക്കറിയാം, ഒരൊറ്റ എൻജിൻ വലിച്ചു കൊണ്ടുപോകുന്ന നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരൊറ്റ എൻജിൻ, എത്രയോ ബോഗികളുള്ള വലിയ ഭാരമുള്ള ഒരു ട്രെയിനിനെ ഒരൊറ്റ എൻജിൻ വലിച്ചു കൊണ്ടുപോകുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പുറകിൽ കിടക്കുന്ന ഒരു വലിയ ഭാരമാണ് അല്ലേ? ഒരു ട്രെയിൻ വലിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ അധികം ഭാരം വഹിക്കുന്ന പലരും ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറാം. നീ വലിക്കുന്നത് എത്ര വലിയ ഭാരമാണെങ്കിലും ഓർക്കുക, നീ വലിച്ചാൽ അത് എത്തത്തില്ല. പക്ഷെ നിന്റെ മുമ്പിൽ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിനെ അവൻ വലിച്ചു കൊണ്ടുപോകും. നീ വലിച്ചാൽ അത് നിലപ്പോ നീ ഉദ്ദേശിക്കുന്നിടത്ത് എത്തിയെന്ന് വരത്തില്ല. പക്ഷെ നിന്റെ കരം പിടിച്ചിരിക്കുന്നത് ദൈവമാണെങ്കിൽ അതിന്റെ പുറകിൽ എത്ര വലിയ ഭാരമുണ്ടെങ്കിലും ദൈവം താൻ ഉദ്ദേശിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി അതിനെ നിർത്തും.